മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും ശിവഗിരിയിൽ കണ്ടുമുട്ടിയ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. രണ്ട് യുഗപുരുഷന്മാർ ഒരുമിച്ച് കാണുകയും അവർ നടത്തിയ സംഭാഷണം അത് മതത്തെക്കുറിച്ച് ജാതിയെക്കുറിച്ചൊക്കെയുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും ഗുരുദേവൻ്റെ ആശയങ്ങളെ ഗാന്ധിജിക്ക് സമ്മതിക്കേണ്ടി വരികയും ചെയ്തു. ഒരു സനാതനിയായ ഗാന്ധിജി എന്താണ് യഥാർത്ഥത്തിൽ സനാതനം എന്നൊക്കെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശതാബ്ദി ആഘോഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ശതാബ്ദിയുടെ നിറവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവർ തമ്മിൽ സംസാരിച്ച വിഷയത്തെ ആ വിഷയങ്ങൾക്ക് ഇന്ന് എന്ത് പ്രാധാന്യമുണ്ട്, എന്ത് പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ഇന്നത്തെ തലമുറയുടെ ആവശ്യമാണ്. നമ്മളിപ്പോഴും സമൂഹത്തിൽ പല അരുതായ്മകളും ഒക്കെ കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എന്താണ് സംഗമത്തിൻ്റെ ആ സംഭവം ഓർമ്മിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ക്ലാസ് എടുക്കുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത സുധൻ മലയാലപ്പുഴയാണ്. അറിയാം സാറിനെ. സാറ് ഗുരുദേവ സാഹിത്യം പ്രചരിപ്പിക്കുന്നത് ഒരു യജ്ഞമായി എടുത്തിരിക്കുന്ന ആളാണ്. വളരെ ഗവേഷണ ബുദ്ധിയ കൃതികൾ കണ്ടെത്തി പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ ഗുരുദേവ കൃതികളെ മറ്റുള്ളവർ വ്യാഖ്യാനിച്ചിരിക്കുന്നതിൻ്റെ ന്യൂനതകളുമൊക്കെ കണ്ടെത്തി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇങ്ങനെ ഓടി നടന്ന് യാതൊരു ഉദ്ദേശവുമില്ലാതെ ഈ ഒരു രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ തന്നെ പല സ്ഥലത്തും സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ഗുരുദർശനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി മുഴുവൻ സമയവും മാറ്റിവെച്ചിരിക്കുന്ന ആളാണ് സുധൻ മലയാലപ്പുഴ സാറ്. സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങളെയും ഈ വേദിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാ സജ്ജനങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശിശുപാലൻ സാർ എന്നെ ക്ഷണിച്ച് ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്താനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. സാധാരണ ഞാൻ പ്രഭാഷണങ്ങൾ അങ്ങനെ ആ ഒരു കല വശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പ്രകർഷണയുള്ള ഭാഷണമാണ്. ഈ എൻ്റെ ഭാഷണം എത്രത്തോളം പ്രകർഷണയുള്ളതാകുമെന്ന് എനിക്കിപ്പോൾ ഒരു ഉറപ്പ് തരാൻ കഴിയില്ല. കാരണം ഞാൻ ഗുരുദേവ കൃതികളുടെ ആഴത്തിലുള്ള പഠനം അവതരിപ്പിച്ചൊരു പാഠകൻ എന്നുള്ള തരത്തിലാണ് ശ്രീനാരായണ ദർശനത്തെ കഴിയുന്നത്ര പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലെ സാറ് പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു ഭാഷണം പ്രകർഷണം അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് 1925 മാർച്ച് മാസം 12-ാം തീയതി നടത്തിയ ആ ഒരു ആശയ സംവാദത്തെക്കുറിച്ച് ആ ഒരു കണ്ടുമുട്ടൽ കൂടിക്കാഴ്ച, അതിൻ്റെ പശ്ചാത്തലം, അതിനുശേഷം ആ കൂടിക്കാഴ്ചയും ആശയ സംവാദവും ഭാരതീയ നവോത്ഥാന പ്രക്രിയയിൽ ചെലുത്തിയ സ്വാധീനം, അതുപോലെ ഇന്നും
മഹാത്മാഗാന്ധി വികസിപ്പിച്ചെടുത്ത ഗാന്ധിയൻ ദർശനത്തിൻ്റെയും ശ്രീനാരായണ ദർശനത്തിൻ്റെയും സമാനതകളും ചില വൈരുദ്ധ്യങ്ങളും ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ അതിന് പ്രതിഫലനങ്ങൾ അല്ലെ അതിൻ്റെ ഈ റിഫ്ലക്ഷൻസ് എങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്. കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറഞ്ഞതൊരു 3 മണിക്കൂർ സമയമെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഇപ്പോൾ സമയം ഇപ്പോൾ 6:50 എൻ്റെ വാച്ചിൽ. അപ്പോൾ ഈ 8 മണിക്ക് ഇത് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് എടുത്താൽ പോലും വളരെ വിശദമായ രീതിയിൽ ഈ വിഷയത്തെ ആധികാരികമായി അവതരിപ്പിക്കാൻ സമയം ലഭിക്കത്തില്ല. അപ്പോൾ ഇതൊരു ഭാഗികമായ അവതരണമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തെക്കുറിച്ചൊരു അപഗ്രഥനാത്മകമായ പഠനം എന്നുള്ള തരത്തിലാണ് ഞാനിന്ന് ഈ പ്രഭാഷണ രൂപേണയുള്ള എൻ്റെ ഇന്നത്തെ ഈ സംഭാഷണം നടത്താൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ഈ സമയം നീണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചില ഭാഗങ്ങൾ എഴുതി വായിക്കുകയാണ്. ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ 1925 മാർച്ച് മാസം 12-ാം തീയതി ശിവഗിരിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ അവർ തമ്മിലൊരു ആശയ സംവാദം നടന്നു. ആ സംവാദത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. ആദ്യം ശ്രീനാരായണ ഗുരുദേവനോട് ഭാഷയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അവർ നടത്തിയത്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് സംസ്കൃതം കുറച്ചറിയാമായിരുന്നെങ്കിലും സംസ്കൃതത്തിൽ സംഭാഷണം നടത്തുവാനുള്ള ഒരു പ്രാവീണ്യം ഉണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് വശമായിരുന്നില്ല, പക്ഷേ സംസ്കൃതത്തിൽ അവഗാഹമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരു സംസ്കൃതത്തിൽ സംസാരിച്ചു, ഗാന്ധിജി അതിന് ഇംഗ്ലീഷിൽ മറുപടി പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഈ സംവാദം ഗുരുവും ഗാന്ധിയും തമ്മിൽ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലുമായി നടത്തിയ ആ സംവാദത്തിൻ്റെ ദ്വിഭാഷയായി എന്ന് പറഞ്ഞാൽ പരിഭാഷകനായി നിന്നത് എൻ കുമാരൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം സംസ്കൃതവും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നല്ലവണ്ണം പഠിച്ചിരുന്ന സ്വായത്തമാക്കിയിരുന്ന ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ്. പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ദ്വിഭാഷിയായി വർത്തിച്ചത് മഹാകവി കുമാരനാശാനായിരുന്നു എന്ന് തെറ്റി എഴുതിയിട്ടുണ്ട്. ശ്രീധരമേനോൻ തുടങ്ങിയ ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ദ്വിഭാഷി എൻ കുമാരൻ എന്നുള്ളത് കുമാരനാശാനാണ് എന്ന് പോലും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചരിത്രകാരന്മാർ ഗുരുവിനോടും അതുപോലെ ആ ഒരു ദർശനത്തോടും കാണിക്കുന്ന അവമതിയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ് അത്തരം ചരിത്രത്തെ വളച്ചൊടിച്ച് തെറ്റായ ചരിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നും ഇവിടെ നമ്മൾ ഇന്ന് കിടക്കുന്നില്ല. ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം മഹാത്മാഗാന്ധിജി ഗുരുവിനോട് ചോദിച്ച് ഗുരുവിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഗുരുവിനോട് ആദ്യം ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ സംവാദം ആരംഭിക്കുന്നത്. മഹാത്മാഗാന്ധിയാണ് സംവാദത്തിന് തുടക്കമിട്ടത്. ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിജിക്ക് അറിവുണ്ടോ? ഇതാണ് ആദ്യം ഗാന്ധിജി ചോദിച്ചത്. ആ സംഭാഷണത്തിന് തുടക്കം അങ്ങനെയാണ്. ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം നിലവിലുണ്ടോ, അല്ലാതെ വിധിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് അസന്നിഗ്ധമായി ഗുരു മറുപടി പറഞ്ഞു. ഐത്തമില്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ കൂടുതലായി വല്ലതും ചേർക്കണമെന്നോ വല്ല മാറ്റവും വരുത്തണമെന്നോ സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അത് ശരിയായി നടക്കുന്നുണ്ടെന്നാണ് അറിവ്. അതിൽ മാറ്റം വരുത്തണമെന്ന അഭിപ്രായമില്ല. അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ചോദിച്ചു, അധകൃതരുടെ അവശതകൾ തീർക്കുന്നതിന് ഐത്തോച്ചാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായം? അതിൻ്റെ മറുപടിയായി ഗുരു പറഞ്ഞത്, അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം. മിശ്രഭോജനമോ മിശ്ര വിവാഹമോ വേണമെന്ന് പക്ഷമില്ല. നന്നാവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരെയും പോലെ അവർക്കും ഉണ്ടാകണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിമർശനാത്മകമായി അല്ലെങ്കിൽ നിരൂപണാത്മകമായി ഞാൻ അത് അവതരിപ്പിക്കാം. അപ്പോൾ ആദ്യം സംഭാഷണം മാത്രം പറയാം. അപ്പോൾ ഗാന്ധിജി ചോദിച്ചു, അക്രമരഹിതമായ സത്യാഗ്രഹം കൊണ്ട് പ്രയോജനമില്ല എന്നും അവകാശ സ്ഥാപനത്തിന് ബലപ്രയോഗം തന്നെയാണ് വേണ്ടതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? അതിന് മറുപടിയായി ഗുരു പറഞ്ഞു,
ബലപ്രയോഗം നന്നാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ മഹാത്മാഗാന്ധി ചോദിച്ചു, ബലപ്രയോഗം ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുണ്ടോ? ഗുരു പറഞ്ഞു, രാജാക്കന്മാർക്കും മറ്റും അത് അത്യാവശ്യമായിരുന്നുവെന്നും അവരതിനെ പ്രയോഗിച്ചിരുന്നല്ലേ, പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നും പുരാണങ്ങളിൽ കാണുന്നുണ്ട്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ബലപ്രയോഗം നന്നല്ല. അപ്പോൾ മഹാത്മാഗാന്ധി ചോദിച്ചു, മതപരിവർത്തനം ചെയ്യണമെന്നും അതാണ് സ്വാതന്ത്ര്യലബ്ധിക്കുള്ള ശരിയായ വഴിയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വാമിജി അതിനനുവദിക്കുന്നുണ്ടോ? അപ്പോൾ ഗുരു പറഞ്ഞു, മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ജനങ്ങൾ മതപരിവർത്തനം നന്നെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. മഹാത്മാഗാന്ധി, ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുണ്ടോ? അതിനുത്തരമായി ഗുരു പറഞ്ഞത്, അന്യമതങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഗാന്ധിജി വീണ്ടും ചോദിച്ചു, അന്യമതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദുമതം മോക്ഷ ലാഭത്തിന് പര്യാപ്തം തന്നെ എന്നു തന്നെയാണോ സ്വാമിജിയുടെ അഭിപ്രായം? ഗുരു പറഞ്ഞു, ധാരാളം പര്യാപ്തം തന്നെ. ലൗകികമായ സ്വാതന്ത്ര്യത്തെ ആണല്ലോ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ മഹാത്മജി വീണ്ടും ചോദിച്ചു, ഐത്താചാരവും മറ്റും കൊണ്ടുള്ള അസ്വാതന്ത്ര്യമില്ലേ? അതിരിക്കട്ടെ, ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമാണെന്ന് സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ? അപ്പോൾ ഗുരു പറഞ്ഞു, ആധ്യാത്മിക മോക്ഷത്തിനായി മതപരിവർത്തനത്തിൻ്റെ ആവശ്യമേ ഇല്ല. മഹാത്മാഗാന്ധി അപ്പോൾ ചോദിച്ചു, ലൗകിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണല്ലോ നാം പരിശ്രമിക്കുന്നത്, അത് സഫലമാകാതെ വരുമോ? ഗുരു പറഞ്ഞു, അത് സഫലമാകാതെ വരില്ല. പക്ഷെ അതിൻ്റെ രൂഢത ഓർത്താൽ പൂർണ്ണ ഫലപ്രാപ്തിക്ക് മഹാത്മജി വീണ്ടും ഇവിടെ വരേണ്ടി വരും. അപ്പോൾ മഹാത്മാഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ആയുഷ്കാലത്ത് തന്നെ അത് സഫലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അസകൃത വർഗക്കാരിൽ തന്നെ അയിത്താചാരമുണ്ടല്ലോ. സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഗുരു പറഞ്ഞു, എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അവശ്യ സമുദായങ്ങളിലെ ബാലന്മാർ മറ്റുള്ളവരോടൊപ്പം ശിവഗിരിയിൽ താമസിച്ച് പഠിച്ചു വരുന്നു. ആരാധനകളിൽ അവർ സംബന്ധിക്കുന്നുമുണ്ട്. അപ്പോൾ ഗാന്ധിജി വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ആ സംവാദത്തിനൊരു അർത്ഥവിരാമം ഇടുകയാണ് ചെയ്തത്. അർത്ഥവിരാമം ഇടുക എന്ന് പറയാം, തൽക്കാലം ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരികയാണ്. അവർ പല കാര്യങ്ങളും അവിടെ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചു. അതിൽ ഈ അർത്ഥവിരാമത്തിന് ശേഷം അടുത്ത ആ ഒരു സംഭാഷണം ആരംഭിച്ചപ്പോൾ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന ഗീതാവാക്യം ഉദ്ധരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി ജാതി വ്യത്യാസം സൃഷ്ടികൃതമാണ്, അല്ലെങ്കിൽ അത് ഈശ്വര സൃഷ്ടമാണ് എന്ന് വാദിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിന് ഗാന്ധിജി ആ ആശ്രമമുറ്റത്ത് നിന്നിരുന്ന ഒരു മാവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, സ്വാമിജി, ആ മാവിലേക്ക് നോക്കൂ, അതിലെ ഓരോ ഇലയും എപ്രകാരമാണോ ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ മനുഷ്യരെല്ലാം ഓരോരുത്തരിൽ നിന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അവരുടെ പ്രകൃതത്തിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ എല്ലാ രീതിയിലും വ്യത്യാസം കാണുന്നുണ്ട്. അതുകൊണ്ട് ജാതി ഈശ്വര സൃഷ്ടമാണ് എന്ന് സ്ഥാപിക്കാൻ വീണ്ടും ശ്രമിച്ചു. അപ്പോൾ ഗുരു ചെയ്തത്, ഗാന്ധിജി വിരൽ ചൂണ്ടിയ ആ മാവ് കാണിച്ചുകൊണ്ട് ഒരു ശിഷ്യനെ വിളിച്ച് പറഞ്ഞു, നീ ആ മാവിൽ നിന്ന് ഒരു കൊമ്പ് അടർത്തിക്കൊണ്ട് വരുമെന്ന്. അപ്പോൾ ശിഷ്യൻ അതുപോലെ ഒരു നല്ല കൊമ്പൊടിച്ചുകൊണ്ട് വന്നു. ഉടനെ തന്നെ ഗുരുദേവൻ ആ ശിഷ്യനോട് പറഞ്ഞു, അതിലെ ഇലകളെല്ലാം ഇറുത്തെടുത്ത് വയ്ക്കൂ എന്ന് പറഞ്ഞു. ശിഷ്യൻ അപ്രകാരം ചെയ്തു. അടുത്തതായിട്ട് ഗുരുദേവൻ ആ ഇലകളെല്ലാം കേടും കുരുടുമുള്ള ഇലകൾ പ്രത്യേകവും അതുപോലെ തന്നെ നല്ല ലക്ഷണയുക്തമായ ആരോഗ്യവത്തായ ഇലകൾ പ്രത്യേകവും ഇത് തിരിച്ചു വെച്ചു. എന്നിട്ട് ആ കേടും കുരുടുമുള്ള ഇലകൾ കുറച്ചെടുത്തിട്ട് ഉള്ളങ്കയിൽ വെച്ച് ചിരടി അതിൻ്റെ ചാറ് പിഴിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ഉള്ളങ്കയിലേക്ക് വീഴ്ത്തി കൊടുത്തു. അപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി ഗുരു എന്താണ് ഉദ്ദേശിക്കുന്നത്.
ഉടനെ തന്നെ ഗാന്ധിജി ആ മാവിലയുടെ ചാറ് മണത്തും രുചിച്ചും നോക്കി. ഉടൻ തന്നെ ലക്ഷണമൊത്ത കുറേ ഇലകളെടുത്ത് അതുപോലെ തിരുമി കശക്കി അതിൻ്റെയും ചാറൂറ്റിയെടുത്ത് ഗാന്ധിജിയുടെ ഉള്ളകൈയിലേക്ക് ഗുരു വീഴ്ത്തി കൊടുത്തു. അതിൻ്റെയും രസവും മണവും അനുഭവിച്ചതിന് ശേഷം ഗാന്ധിജി മറുത്തൊരക്ഷരവും വാദ സ്വഭാവത്തോടുകൂടി പറയാതെ ഗുരുവിനെ വണങ്ങൽ നമസ്കരിച്ചു എന്നാണ് ചരിത്രരേഖകളിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അന്ന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് നടന്ന ആ കൂടിക്കാഴ്ചയിലെ പ്രസക്ത ഭാഗങ്ങളായി ജീവചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെ അധികരിച്ചാണ് നമ്മൾ ഇന്ന് ശതാബ്ദി വിചാരണയല്ല, ശതാബ്ദി വിചാരമാണ്, സ്മൃതി തന്നെയാണ്, ഒരു ശതാബ്ദി സ്മരണയാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് വിലയിരുത്തി നോക്കാം. എന്തായിരുന്നു ഇതിൻ്റെ പ്രസക്തി, ഇപ്പോഴതിൻ്റെ പ്രസക്തി എന്താണ്? അപ്പോഴാദ്യമായി നമ്മൾ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലൊരു സംഗമം ശിവഗിരിയിൽ വെച്ച് നടന്നു. അതും ശിവഗിരിയിലെത്തി മഹാത്മാഗാന്ധി സന്ദർശിക്കുകയാണ് ചെയ്തത്. ഗുരു അങ്ങോട്ട് പോവുക, ഗുരു ക്ഷണിക്കുകയോ ചെയ്തതല്ല. പിന്നെ ചില കാര്യങ്ങളോട് മനസ്സിലാക്കേണ്ടത് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പശ്ചാത്തലമാണ്. ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയിൽ, അന്ന് ചെമ്പഴന്തി ഇന്നത്തെ പോലെയുള്ള ചെമ്പഴന്തി അല്ല, കുറെ കൂടി എല്ലാവിധ സൗകര്യങ്ങളും കുറഞ്ഞൊരു കുഗ്രാമമായിരുന്നു. അങ്ങനെയുള്ളൊരു ഗ്രാമത്തിൽ ജനിച്ച്, അതും പ്രത്യേകിച്ച് ഒരു പിന്നൊക്ക കുടുംബത്തിലാണ് ജനിക്കുന്നത്. അങ്ങനെ ജനിച്ച ശ്രീനാരായണ ഗുരു സ്വന്തം അധ്വാനം കൊണ്ടാണ് മഹാജ്ഞാനിയായി. ഗുരു സംസ്കൃതത്തിലും മലയാളത്തിലും അതുപോലെ തമിഴിലും കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ കുറേ വിശേഷം പറയേണ്ടി വരും. അപ്പോൾ അതിലേക്കൊക്കെ പോയാൽ സമയം നീണ്ടുപോകുന്ന അതിലേക്ക് കടക്കുന്നില്ല. 3 ഭാഷകളിൽ, അതായത് ഭാരതത്തിൻ്റെ ഈ പൈതൃക ഭാഷയാണ് സംസ്കൃതം. മറ്റൊരു പ്രത്യേകത, സംസ്കൃതത്തെ ദേവഭാഷ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദേവം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭാഷ തന്നെ അറിവാണ്. അപ്പോൾ അത് ദേവഭാഷ എന്ന് പറയുന്നത് ദൈവങ്ങളുടെ ഭാഷയല്ല, ജ്ഞാനസ്വരൂപതയോടുകൂടിയ ഭാഷ എന്നാണ്. ഈ സംസ്കൃതത്തിലെ ഓരോ അക്ഷരവും അല്ലെ അതിനകത്തെ ഓരോ ചിഹ്ന, ഒരു കുത്തിനും കോമയ്ക്കും സെമിക്കോ, ഇതെല്ലാം അർത്ഥങ്ങളുണ്ട്. അപ്പം അങ്ങനെ അർത്ഥപുഷ്ടവും അർത്ഥസ്വരൂപവുമാർന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ. അത് നമുക്ക് ഈ ഗുരുദേവൻ്റെ കൃതികളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ അറിയാം. ഓരോ വാക്കുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും നിരവധി അർത്ഥങ്ങളാണുള്ളത്. ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ നമുക്ക് കൊണ്ടുപോകാനായി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ദേവഭാഷയിൽ രചിക്കപ്പെട്ട വേദങ്ങളും ഇതിഹാസങ്ങളും അതുപോലെ ശ്രുതികളും സ്മൃതികളുമൊക്കെ പണ്ഡിതന്മാർ പല തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതിനെ പോസിറ്റീവായും വ്യാഖ്യാനിക്കാം, നെഗറ്റീവായും വ്യാഖ്യാനിക്കാം. ഇപ്പം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറയുന്ന ആ ഒരു ഗീതാവാക്യം തന്നെ ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണാർജുന സംവാദ രൂപേണയുള്ള ഒരു പ്രയോഗമാണ്. അവിടെ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്ന രീതിയിലാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഭഗവത്ഗീതയുടെ സാരാംശമല്ലേ, ഭഗവത്ഗീത എന്താണെന്ന് ശരിയായി പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അത് യഥാർത്ഥത്തിൽ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദമല്ല, ആ കൃതി രചിച്ച കൃഷ്ണദ്വൈപായനായ വ്യാസഭഗവാന്റെ, മഹാകവി വ്യാസഭഗവാന്റെ അന്തർഗതമാണ്, അല്ലെ ആത്മഗതമാണ് എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ ഈ 2 കഥാപാത്രങ്ങൾ ദൃഷ്ടാന്ത കഥാപാത്രങ്ങളാണ്. ആ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇവരുടെ ജന്മകഥ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ അറിയാം, കൃഷ്ണനെന്നോ അർജുനനെന്നോ പേരിലൊരു ചരിത്ര പുരുഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ചരിത്ര പുരുഷനാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ ഒരു ചരിത്ര ആഖ്യാനം എന്ന തരത്തിലാണ് ഭഗവത്ഗീതയെ വ്യാസഭഗവാൻ ചമച്ചത്. അപ്പോൾ വ്യാസനാണ് സംസാരിക്കുന്നത്. വ്യാസൻ്റെ മനസ്സാക്ഷിയിൽ തന്നെ വ്യാസൻ്റെ അന്തരംഗം 2ആയി മാറി നിന്നുകൊണ്ട് വിചാരണ ചെയ്യുകയാണ്. ആ വിചാരണയാണ് ഒന്ന് കൃഷ്ണനായിട്ടും ഒന്ന് അർജുനനായിട്ടും. ഈ കൃഷ്ണപദത്തിന് കറുപ്പ് എന്നും അർജുനപദത്തിന് വെളുപ്പ് എന്നും അർത്ഥമുണ്ട്. എന്ന് പറയാൻ കറുപ്പും വെളുപ്പും അവിടെ ജ്ഞാനവും അജ്ഞാനവും അല്ലെ, വിദ്യയും അവിദ്യയുമാണ്. അപ്പോൾ വ്യാസഭഗവാൻ വിദ്യയെയും അവിദ്യയെയും കൃഷ്ണ അർജുനന്മാരായി പ്രതീകവൽക്കരിച്ചുകൊണ്ട് ആ
കവിയുടെ തന്നെ മനസ്സിൽ നിന്നും ഉതിർന്നു വീഴുന്ന അന്തർഗത ആത്മഗത സംഭാഷണമാണ് ഭഗവത്ഗീതയിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ സംഭാഷണത്തിലാണ് അർജുനൻ പറയുന്നത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരായി മനുഷ്യവർഗത്തെ 4ആയി തിരിച്ചിരിക്കുന്നു എന്നാണ് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഗുരുദേവൻ മാത്രമേ പറയുള്ളൂ. മഹാത്മാഗാന്ധി ചാതുർവർണ്ണ്യം എന്നതുകൊണ്ട് വർണ്ണവും ജാതിയും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഗുരു പല സംഭാഷണങ്ങളിലും പല ശിഷ്യന്മാരോടും അതുപോലെ മറ്റ് ഗുരുവുമായി സംവാദം നടത്തിയ അന്നത്തെ ബുദ്ധിമാന്മാരായ പല പണ്ഡിതന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗാന്ധിജി വർണ്ണത്തെയും ജാതിയെയും ഒന്നായിട്ടാണ് തെറ്റിദ്ധരിച്ചത്. അപ്പോൾ അവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ആ ഒരു അന്തരം അത് ജാതീകൃതമാണ്, അത് ജന്മകൃതമാണ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ധരിച്ചു വെച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. ഈ വർണ്ണവും ജാതിയും രണ്ടാണ്. വർണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ആ ഗീതാ വാക്യത്തിൽ തന്നെ പറയുന്നത് ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞാൽ ഗുണവും കർമ്മവും അനുസരിച്ചാണ് മനുഷ്യനെ ഇങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ മനുഷ്യർക്ക് പ്രധാനമായും 3 ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് സാത്വിക ഗുണം, രാജസ ഗുണം, താമസ ഗുണം. അല്ലെ അവരെ ഗുണത്രയം എന്നാണ് ആ 3 ഗുണങ്ങളെ പറയുന്നത്: രാജസം, താമസം, സാത്വികം. പക്ഷേ ഏത് മനുഷ്യനെ പരിശോധിച്ചാലും ഈ ഏതെങ്കിലും ഒരു ഗുണം നിറഞ്ഞതായി ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. ഇതേവരെ ജനിച്ചിട്ടില്ല, ഇനിയിട്ട് ജനിക്കത്തുമില്ല. അപ്പോൾ എല്ലാ മനുഷ്യരിലും ഉണ്ട് ഈ സാത്വിക രാജസ താമസ ഗുണങ്ങൾ. അത് ഓരോരോ സമയത്ത് അവൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ, അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, അവനിടപെടുന്ന ഈ ജീവിത സന്ദർഭങ്ങൾക്കൊത്ത് ആ സ്വഭാവത്തിൻ്റെ ഏറ്റക്കുറച്ചിലും അങ്ങോട്ട് മാറ്റങ്ങൾ എന്നാൽ ആവിർഭാവ തിരോഭാവങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പ്രത്യേകത ഭഗവത്ഗീതയിൽ തന്നെ പിന്നീട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഈ ശുദ്ധി, അതായത് ശുചിത്വം, അതുപോലെ ജ്ഞാന ആർജനത്തിന് വേണ്ടിയുള്ള ഒരു സ്വതസിദ്ധമായ ത്വര, പിന്നെ അതുപോലെ തന്നെ സദ്ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം. അത് ഭക്ഷണത്തിലുള്ള ശുദ്ധിയുണ്ട്, വാക്ശുദ്ധിയുണ്ട്, പ്രവൃത്തിശുദ്ധിയുണ്ട്, ചിന്താശുദ്ധിയുണ്ട്. സകല വിധത്തിലും നന്മ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് എന്തെല്ലാം ഇവിടെയുണ്ടോ അതിൻ്റെ എല്ലാം വിളനിലമായി ആരുടെ മനസ്സാണോ വർദ്ധിക്കുന്നത് അങ്ങനെ വിളനിലമായ ഒരു മനസ്സിൻ്റെ ഉടമയുണ്ടെങ്കിൽ അവനെയാണ് സാത്വിക ഗുണ സമ്പന്നനെന്നോ അല്ലെ സാത്വിക ഗുണത്തോടുകൂടി ജനിക്കുന്നവനെന്നോ പറയാവുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ആ പൂർണ്ണമായും സാത്വികതയോടുകൂടി ഒരു മനുഷ്യനെയും കാണാൻ പറ്റില്ല. എല്ലാവരിലും 3 തരത്തിൽ 3 റേഷ്യോയിലാണ് ഈ ഗുണങ്ങളുള്ളത്. ഈ 3 റേഷ്യോയിലെ സാത്വിക ഗുണം ഏറി നിൽക്കുന്ന ആളുകളെ സത്വഗുണ പ്രധാനന്മാർ അല്ലെ സാത്വിക ഗുണപ്രധാനന്മാർ എന്ന് പറയും. രാജസ ഗുണം മുന്നിൽ നിൽക്കുന്ന ആളുകളെ രജോ ഗുണപ്രധാനന്മാരെന്ന് പറയും. താമസ ഗുണം മുന്നിൽ നിൽക്കുന്നവരെ തമോ ഗുണപ്രധാനന്മാരെന്ന് പറയും. ഈ 3 വിഭാഗക്കാരിലും, അതായത് സാത്വിക ഗുണപ്രധാനന്മാരിലും രജോ ഗുണപ്രധാനന്മാരിലും തമോ ഗുണപ്രധാനന്മാരിലും വീണ്ടും 3 ഉപവിഭാഗക്കാർ കൂടിയുണ്ട്. അതിലെ ഒരു ഗ്രൂപ്പ് ഈ 3 ഗുണങ്ങളുടെയും റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ ശതമാനം സാത്വിക ഗുണവും അതിന് തൊട്ടടുത്ത് രാജസ ഗുണവും ഏറ്റവും കുറഞ്ഞ റേഷ്യോയിൽ താമസ ഗുണവുമുള്ള ആൾക്കാർ. അതാണ് ഒരു വിഭാഗം സാത്വിക ഗുണപ്രധാനന്മാരിലെ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരിൽ സാത്വിക ഗുണം തന്നെ മുന്നിട്ട് നിൽക്കും. അതിന് തൊട്ട് പുറകിൽ തമോ ഗുണവും ഏറ്റവും കുറവ് രജോ ഗുണവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു, അതായത് ഈ രജോ ഗുണം മധ്യമത്തിൽ വരുന്ന ഒരു കൂട്ടർ, തമോ ഗുണം മധ്യമത്തിൽ വരുന്ന ഒരു കൂട്ടർ, പിന്നെയും അവാന്തര വിഭാഗമുണ്ട്. ഈ സാത്വിക ഗുണം മധ്യമത്തിൽ വരുന്നവരുണ്ട്, പക്ഷേ അവർ രാജസ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ സാത്വിക ഗുണപ്രധാനന്മാരായ ആളുകളിൽ സാത്വിക ഗുണം ഏറ്റവും കൂടുതൽ അനുപാതത്തിലും അതിന് തൊട്ട് താഴെ രാജസ ഗുണ അനുപാതവും ഏറ്റവും കുറച്ച് തമോ ഗുണ അനുപാതവുമുള്ള ഒരു കൂട്ടരും, പിന്നെ അതിന് നേരെ വിപരീതമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ മധ്യമ ഗുണം ശതമാനം തമോ ഗുണത്തിനും വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രത്യേകത, ഇവരുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ ജ്ഞാന ആർജനത്തിലും ദാനത്തിലും ശ്രദ്ധാലുക്കളായിരിക്കും.
ശുദ്ധി ആചരിക്കുന്നതിലും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും അവർക്ക് ഈ ശ്രേഷ്ഠ ഗുണങ്ങൾ ആയിരിക്കും അവർക്കുള്ളത്. ആ ശ്രേഷ്ഠ ഗുണങ്ങൾ തന്നെ നല്ല ഗവേഷകന്മാർ, നല്ല നിരീക്ഷകന്മാർ, അതുപോലെ മഹാകവികൾ, ഇപ്പോൾ കുമാരനാശാനെ പോലെയും ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ. അപ്പോൾ അവരൊക്കെ, ശ്രീനാരായണ ഗുരുവൊക്കെ ശരിക്കും തികഞ്ഞ സാത്വിക ഗുണമുള്ള ആളായിരുന്നു. കുമാരനാശാൻ എന്നാൽ അത്ര പറയാൻ പറ്റത്തില്ല, ഈ രാജസഗുണം മധ്യമത്തിൽ നിന്ന ആളായിരുന്നു കുമാരനാശാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾ, അങ്ങനെയുള്ളവരെല്ലാം ഈ സാത്വിക ഗുണപ്രധാനന്മാരിലെ ഒന്നാമത്തെ ശ്രേണിയിൽപ്പെടുന്നവരാണ്. ഇനി രണ്ടാമത്തെ ശ്രേണിയിൽ, അതായത് ഈ രാജസഗുണം മുന്നിൽ നിൽക്കുക. രാജസഗുണം എന്ന് പറയുന്ന നേതൃമോഹം, അതുപോലെ നേതൃപാടവം, അധികാരം കൈയാളാനുള്ള പ്രാവീണ്യം, ഈ ഭരണകർത്താക്കളായി പ്രശോഭിക്കാനുള്ള വൈദഗ്ധ്യം, നല്ല നല്ല പ്രസ്ഥാനങ്ങൾ, അതായത് ഈ വ്യവസായ സംരംഭങ്ങൾ, അതുപോലെ മറ്റുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ശോഭിക്കുന്ന ആളുകളാണ് രജോ ഗുണപ്രധാനന്മാരിലെ സാത്വിക ഗുണം മധ്യമസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെ ആളുകളെ തന്നെ നോക്കിയാൽ നമുക്കറിയാം. ഇപ്പം നമ്മളിരിക്കുന്നവരൊക്കെ ഇതിനകത്ത് പല വേദിയിലാണ്. ചില ആൾക്കാരാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയല്ല, പണ്ടൊക്കെ ഈ തൊഴിലിൻ്റെ ഈ ശരിക്കും ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയൊരു പ്രൊഫസറെ നമ്മളൊരു കോളേജിലേക്ക് എടുക്കുക, ഒരു പ്രൊഫസറുടെ ഒരു ലെക്ചററെ എടുക്കുമ്പോൾ ഈ ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ കഴിവും മെറിറ്റ് മാത്രം നോക്കിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ അവരൊരു പ്രൊഫസറായോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളായിട്ടൊക്കെ വരുമ്പോഴേക്കും അവരുടെ കീഴിൽ പഠിക്കുന്ന ഒരു വലിയ തലമുറ, ഒരു കുറച്ച് തലമുറയിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരൊക്കെ നല്ല പ്രഗത്ഭന്മാരും അതുപോലെ കഴിവുറ്റവരുമായിരിക്കും. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഈ മാനേജ്മെൻറ്റ് കോളേജുകളിലും ഒക്കെ ആണെങ്കിൽ പണത്തിൻ്റെ, അവർക്ക് കൊടുക്കുന്ന കോഴയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം നടത്തുന്നത്. അവിടെ ശരിയായ ഇൻ്റർവ്യൂ നടത്താറില്ല, മെറിറ്റ് നോക്കാറില്ല. അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വിദ്യാഭ്യാസം നൽകുന്നതിൽ ആ പഠന ക്വാളിറ്റി, അതിൻ്റെ ആ ഗുണം തീരെ കുറവായതുകൊണ്ട് ഓരോ തലമുറ കഴിയും തോറും കഴിവില്ലാത്തവരായിട്ടുള്ള സമൂഹത്തെയാണ് വാർത്തെടുക്കപ്പെട്ടുകൊണ്ട്. അതാണ് നമ്മുടെ ഈ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്കുള്ളൊരു വലിയ ദോഷം അതാണ്. അപ്പോൾ അതിപ്പോൾ മറ്റിടത്തുമുണ്ട്. കാരണം ഈ ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ഒരുപാട് സ്വാധീനം നടക്കും. അങ്ങനെ സ്വാധീനം നടക്കുമ്പോൾ അനർഹരായ പലരെയും തിരികെ കയറ്റുന്നത് പോലെ നമുക്ക് മൊത്തത്തിൽ ഗുണം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ സാത്വിക ഗുണപ്രധാനന്മാരായ ആളുകളും അതുപോലെ താമസ ഗുണപ്രധാനന്മാരായ ആളുകളും രജോ ഗുണപ്രധാനമായ ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ എങ്ങനെ തിരിച്ചറിയാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം സാത്വിക ഗുണപ്രധാനന്മാരിലെ 3 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിലെ തന്നെ ഈ സാത്വിക ഗുണപ്രധാനന്മാരിലെ തമോ ഗുണമേറി നിൽക്കുകയും രജോ ഗുണം അല്പം കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ആ തമോ ഗുണം അവരിൽ ഏറിക്കഴിഞ്ഞാൽ അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ധനമോഹത്തോടു കൂടി പലതും ചെയ്യും. ഈ ഒറ്റുകൊടുപ്പൽ, പിന്നെ എങ്ങനെ ഈ പുരാണ കഥകളൊക്കെ വായിച്ചാൽ നമുക്കറിയാം. അതായത് ധനമോഹത്തോടു ഈ തക്ഷകൻ്റെയൊക്കെ കഥ വായിച്ചാൽ അത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ തക്ഷകൻ എന്ന് പറയുന്ന ഒരു സർപ്പം, അതിനെ ഈ പരീക്ഷത്തിൻ്റെ അന്തകനായി വരുന്ന തക്ഷകൻ, ആ തക്ഷകനെ പ്രലോഭിപ്പിക്കാനായിട്ട് ആ തക്ഷകൻ ഇവിടെ ഈ ചില്ലുകൊട്ടാരത്തിനുള്ളിൽ പരീക്ഷിച്ച് ഒളിച്ചിരുന്നപ്പോൾ അവിടെ കടന്നു ചെല്ലാനായിട്ട് കോഴ കൊടുത്ത് അവിടെ കടന്നുകൂടുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൃഷ്ടാന്ത കഥകളാണ്. ആ ദൃഷ്ടാന്ത കഥകളിലൂടെയൊക്കെ നമുക്ക് ഇത്തരമുള്ള ആളുകളുടെ മനഃശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഗീതാവാക്യം, അതായത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന ഗീതാമന്ത്രത്തിൽ താത്വികമായ ജ്ഞാനമാണ് പങ്കുവച്ചിരിക്കുന്നത്. അല്ലാതെ ജനങ്ങളെ അവിടെ ഞാൻ എന്ന് പറയാൻ കൃഷ്ണനാണ് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അക്കാലത്ത് ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള സാഹിത്യ സൃഷ്ടിയേക്കാൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു അക്കാലത്ത് രാജഭരണമാണ്. ഈ രാജഭരണ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭരണ സമ്പ്രദായവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. രാജാവിനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഏത് രംഗത്തുള്ളവർക്കും മുന്നോട്ട് വരാൻ പറ്റൂ. അപ്പോൾ ഒരു നല്ല കവി ഉണ്ടെങ്കിൽ പോലും അതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ഈ പഞ്ചതന്ത്രം കഥകൾ, പിന്നെ ഒത്തിരി കഥകൾ എടുത്തു കഴിഞ്ഞാൽ എന്തിനേറെ രാമായണ പല കഥകളുണ്ട്, കമ്പർ രാമായണം, ഇങ്ങനെ ഒത്തിരി രാമായണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ കർത്തൃത്വത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഐതിഹ്യങ്ങളിലെല്ലാം നമുക്കത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അക്കാലത്തെ ഭരണാധിപന്മാരെ പ്രീതിപ്പെടുത്താതെ, അല്ല അവരെ പുകഴ്ത്തി പാടാതെ സാഹിത്യ സൃഷ്ടി നടത്തിയാൽ അത് വെളിച്ചം കണ്ടിരുന്നില്ല. അപ്പോൾ അതുപോലെ ഇപ്പോഴും അതാണ് സ്ഥിതി. രാഷ്ട്രീയക്കാരെ പുകഴ്ത്തിയെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ സാഹിത്യരംഗത്ത് അവാർഡുകൾ വാങ്ങിക്കാൻ പറ്റൂ. ഇതിനേക്കാൾ മോശമായ അവസ്ഥയായിരുന്നു രാജഭരണകാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗീതാകാരൻ പോലും
അന്ന് ഗീതാകാരനെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് കോമ്പറ്റീഷനൊന്നും ഇല്ല എങ്കിൽ തന്നെയും ആ ഈ ഒരു അടവ് നയം, അത് പുരാണ കഥകളൊക്കെ നമ്മൾ തുടങ്ങുന്ന വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ പരമശിവൻ പാർവതിയോട് പറഞ്ഞു, അല്ലെങ്കിൽ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. കാരണം അവിടെ ഒരു ആധികാരികത വരുത്താൻ വേണ്ടി അവരൊരു അങ്ങനെ ഒരു ഇത് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം എഴുത്തുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എഴുത്തുകാർ മിക്കവാറും എല്ലാം അധസ്ഥിതന്മാരായിരിക്കും. വാൽമീകി അധസ്ഥിതനായിരുന്നു, അതുപോലെ വ്യാസൻ അധസ്ഥിതനായിരുന്നു. ഇവിടെ ലോകോത്തരമായ സാഹിത്യരചനകളും കലാസൃഷ്ടികളും എല്ലാം നടത്തിയിട്ടുള്ള എല്ലാ അധസ്ഥിതന്മാരാണ്. അവരെ ശൂദ്രന്മാരെന്നാണ് പറയുന്നത്. കാരണം ശൂദ്രൻ എന്ന് പറയുന്നത് ഇവർ പറയുന്ന രീതിയിലല്ല ശൂദ്രത്വം. ശോകത്താൽ ദ്രവിക്കുന്നവനാരാണോ അവനാണ് യഥാർത്ഥ ശൂദ്രൻ. ശോകം, അവൻ്റെ ശോകം എന്ന് പറയുന്നതാണ്. അവൻ ഏത് രംഗത്ത് നിൽക്കുമ്പോഴും അവന് വീണ്ടും വീണ്ടും സൃഷ്ടിപരതയിലേക്കുള്ള ചിന്ത അവനെ അങ്ങോട്ട് കൂടുതൽ കൂടുതൽ ഉത്തേജിപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ശോകം അനുഭവപ്പെടുക. കാരണം എനിക്ക് ആ നിലയിലേക്ക് എത്തിച്ച ഒരു നല്ല കവി, ഒരു മഹാകവി ആകണമെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. ആ ഒരു മഹാകവിത്വ പട്ടത്തിലേക്ക് ഉയർന്നു ചെല്ലണമെങ്കിൽ, സൃഷ്ടികൾ നടത്തണമെങ്കിൽ അവൻ ശരിക്കും ശോകഭരിതനായിരുന്നേ മതിയാവും. അത്തരം ശോകമുള്ളവരാണ് യഥാർത്ഥ ശൂദ്രന്മാർ. അതുപോലെ തന്നെ പക്ഷേ ഇവിടെ ജാതി സമ്പ്രദായം വന്നപ്പോൾ അടിമപ്പണി ചെയ്ത് ഭക്ഷണവുമില്ലാതെ വിശ്രമവുമില്ലാതെ വസ്ത്രവുമില്ലാതെ അംഗീകാരവുമില്ലാതിരുന്ന ആളുകളെയാണ് ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതല്ല യഥാർത്ഥ ശൂദ്രത. ശൂദ്രത്വം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ആ സഹന യാത്രയിൽ, അല്ലെ ആ ജീവിത സഹനപാതയിൽ ശോകത്താൽ ദ്രവിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പടവുകൾ കയറുവാനുള്ള ആ വ്യഗ്രതയോടുകൂടി മനസ്സിനെ പാകപ്പെടുത്തി നിർത്തുന്ന ആളുകളായിരുന്നു യഥാർത്ഥ ശൂദ്രന്മാർ. അപ്പോൾ അതാണ് ഈ വേദവ്യാസനും അതുപോലെ വാൽമീകിയും ഒക്കെ എഴുതിയ കൃതികൾ ഇന്ന് കാലാധിപത്യമായി നിൽക്കുന്നത്. അപ്പോൾ അവിടെ അതിനെ വ്യാഖ്യാനിക്കാൻ പലതരത്തിലും പറ്റും. അപ്പോൾ ഇവിടെ വേദവ്യാസനാണല്ലേ കൃഷ്ണദ്വൈവായനാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് എഴുതിയിരുന്നത് എന്ന് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ അന്നേ ആൾക്കാർ തള്ളിക്കളയും. ഇവനാണ് അങ്ങനെ പറയാൻ. അപ്പോൾ ഇത് പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? അർജുനനോട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണനെ അവിടെ വേറെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ഈശ്വരൻ്റെ അവതാരമായിട്ട്, മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് വരുന്നു കൃഷ്ണൻ. എന്നിട്ട് രാജാവിൻ്റെ, അതായത് അവിടെ ഒന്ന് ഭൂസുരൻ എന്നുള്ള രീതിയിൽ, അല്ലെ ഭൂമിയിലെ എല്ലാവരുടെയും ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ബ്രാഹ്മണന്മാർ. പക്ഷേ കൃഷ്ണൻ ജനിച്ചത് ബ്രാഹ്മണനായിട്ടല്ല, യാദവനായിട്ടാണ്, വൈശ്യനായിട്ടാണ് ജനിച്ചത്. പക്ഷേ വൈശ്യനായിട്ട് ജനിച്ചെങ്കിൽ പോലും കൃഷ്ണൻ ഒരു പരിവേഷം ചാർത്തി കൊടുത്തു മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന്. അതാണ് സാഹിത്യത്തിലെ അന്നത്തെ അടവ് നയം. ആ അടവ് നയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടമാണ് എന്ന് പറയാം. ഇത് ഭഗവാൻ കൃഷ്ണനാണ് എന്ന് പറയാൻ ഈശ്വര സൃഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഗാന്ധിജി അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗാന്ധിജി പ്രമാണഗ്രന്ഥമായിട്ട്, ഹിന്ദുക്കളുടെ പ്രമാണഗ്രന്ഥമായിട്ട് ഭഗവത്ഗീതയാണ് അംഗീകരിച്ചത്. എന്നാൽ ഗാന്ധിജി സ്വപ്നം കണ്ടത് രാമരാജ്യമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗാന്ധിജിയുടെ സ്വപ്നം രാമരാജ്യമായി. അപ്പോൾ ഈ രാമരാജ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരുപാട് കഥാസന്ദർഭങ്ങൾ എടുക്കേണ്ടി വരും. ഈ നമ്മുടെ ഉത്തര രാമായണത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ശരിക്കുമുള്ള രാമരാജ്യ സങ്കല്പത്തിൻ്റെ രണ്ട് മുഖങ്ങൾ കണ്ടെത്താൻ പറ്റും. അവിടെ തന്നെ ആണെങ്കിൽ ഒരു രാജാവിൻ്റെ പേര് ശരിക്കും കൊണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഗോദാനമുണ്ട്, രാമൻ്റെ ഗോദാനം. അപ്പോൾ അവിടെ ആ കഥാപാത്രത്തിനെ പെട്ട പേര് മനസ്സിൽ നിന്ന് വിട്ടുപോയി. ഞാനത് പെട്ടെന്ന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ വന്ന ഇടയ്ക്ക് കയറി പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ രാമൻ്റെ ഒരു ഗോദാനം നടത്തിയപ്പോൾ അന്ന് സാധാരണ ഈ യാഗങ്ങളൊക്കെ നടത്തുമ്പോഴാണ് ദാനങ്ങളുള്ളത്. ദാനങ്ങൾ അന്നദാനം, ഭൂദാനം, വസ്ത്രദാനം, സ്വർണ്ണദാനം, പദവീദാനം, ഇങ്ങനെ പല ദാനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്നദാനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭൂദാനവും ഗോദാനവും ഉണ്ട്. ഗോദാനം എന്ന് പറഞ്ഞാൽ പശുക്കളെ ദാനം ചെയ്യുകയാണ്. ഈ ഗോദാനത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഉപനിഷത്താണ് കഠോപനിഷത്ത്. അപ്പോൾ ആ കഠോപനിഷത്തിൽ ചാവാലി പശുക്കളെയും അതുപോലെ പല്ലു കഴിഞ്ഞ പശുക്കളെയും കറവ് പറ്റിയ പശുക്കളെയൊക്കെ ദാനം ചെയ്യുന്ന ഒരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അപ്പോൾ ആ ദാനം നടത്തിയ രാജാവിൻ്റെ പുത്രൻ നചികേതസാണ്. അപ്പോൾ അവൻ ചോദിച്ചു, അച്ഛാ ഇത് തെറ്റല്ലേ, ഇങ്ങനെയുള്ള പശുക്കളെ കൊടുത്താൽ ദാനത്തിൻ്റെ ഫലം കിട്ടുമോ എന്നെല്ലാം ചോദിച്ച്, അപ്പം എല്ലാം ഇങ്ങനെ തർക്കുത്തരങ്ങൾ പറഞ്ഞ് പുത്രനെ പിന്തിരിപ്പിച്ചപ്പോൾ
ഈ നചികേതസ് അച്ഛനോട് ചോദിക്കും, എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ യമന് ദാനം ചെയ്യും എന്ന്. അപ്പോൾ ഈ ഒരു ചോദ്യം തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും ഇവൻ്റെ മനസ്സിനെ കൂടുതൽ ദുഃഖിപ്പിക്കുകയും, അച്ഛൻ എന്നെ യമന് ദാനം കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മുമ്പേ യമൻ്റെ അടുത്ത് പോയേക്കാം എന്ന് പറഞ്ഞ് യമൻ്റെ അടുത്ത്, യമൻ എന്ന് പറയുമ്പോൾ അതൊരു സങ്കല്പദേവനായിട്ടാണ് പറയുന്നത്, മരണത്തിൻ്റെ ദേവൻ. അപ്പം എന്നെ മരണത്തിൻ്റെ ദേവന് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഒരു അന്വേഷണം തേടി ഈ കൊച്ചു ബാലൻ യമലോകത്ത് ചെന്നെന്നും അവിടെ കാത്തുനിന്നുവെന്നും ഈ യമനോട് പിന്നെ മരണരഹസ്യം അന്വേഷിക്കാൻ പോയി എന്നുമാണ് പറയുന്നത്. മരണത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവിടെ അഗ്നിവിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെന്ന് ആ വലിയ ഒരു അറിവ് നേടാൻ വേണ്ടിയിട്ട് യമൻ്റെ സന്നിധിയിൽ ചെന്ന് അവിടെ പല പരീക്ഷണങ്ങളെയും നേരിട്ട് അവസാനം നചികേതസ് മരണത്തിൻ്റെ രഹസ്യം അറിഞ്ഞ് തിരിച്ചു വന്നുവെന്നും ഇവിടെ മരണമില്ല, ജനനമില്ല, അത് ഗുരു തന്നെ പറയുന്നുണ്ടല്ലോ, ജനനവുമില്ല പുറപ്പുമില്ല എന്ന് പറയുന്ന ആ ഒരു തത്വത്തിലേക്ക് നചികേതസ് എത്തിച്ചേർന്ന ഒരു കഥ നമുക്ക് കഠോപനിഷത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന തരത്തിൽ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനോട് പറയുന്നതായി ആ പ്രമാണഗ്രന്ഥത്തിലുണ്ട്. ആ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ഈ പ്രമാണം അനുസരിച്ച് ജാതി വ്യത്യാസമില്ലെന്ന് പറയാൻ പറ്റുമോ ഗുരു എന്ന് ചോദിച്ചു, അല്ലെ സ്വാമിജി എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത്, ഇല്ല എന്ന് പറയാൻ അതല്ല ദൃഷ്ടാന്തം എടുക്കുന്നത്, കൃഷ്ണൻ പറഞ്ഞോ നോക്കണ്ട, നമുക്കിവിടെ ലൗകികമായല്ലേ പ്രത്യക്ഷത്തിൽ തന്നെ അതിനുള്ള ദൃഷ്ടാന്തമുണ്ടല്ലോ, അതിനാണ് ഈ മാവലയുടെ നീര് പിഴിഞ്ഞു കൊടുത്തത്. അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഈ പ്രാമാണിക ഗ്രന്ഥങ്ങളെന്ന് ഒരു കൂട്ടർ അവകാശപ്പെടുന്ന ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹിന്ദുമതം എന്ന് പറയുന്ന മതം യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു മതമാണ്, ഹൈന്ദവ സംസ്കൃതിയാണ്, നാനാത്വത്തിലെ ഏകത്വമാണ്. ഈ ഇവിടെ തന്നെയാണെങ്കിൽ നാനാത്വത്തിലെ ഏകത്വത്തിന് പല രീതിയിൽ പറയാൻ വേണമെങ്കിൽ പിന്നെ ഈ വൈഷ്ണവിസം, ശൈവിസം, പിന്നെ അതുപോലെ തന്നെ ഈ ശാക്തേയം, പിന്നെ ബ്രാഹ്മം, ഇങ്ങനെ 4 തരം മതങ്ങളായിട്ടാണ് പറയുന്നത്. ബ്രാഹ്മണ മതം അത് പലതുണ്ട്. പുരാണങ്ങൾ 6 ബ്രാഹ്മപുരാണങ്ങളുണ്ട്, 6 വൈഷ്ണവ പുരാണങ്ങളുണ്ട്, അതുപോലെ തന്നെ 6 ശൈവ പുരാണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ശാക്തേയ പുരാണങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 4 എന്നുള്ളതിനെ വേണമെങ്കിൽ ഈ 4 മതങ്ങളായിട്ട് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുമ്പോൾ അന്ന് ഇന്ത്യയിലെ പ്രബലങ്ങളായിരുന്ന ഈ 4 മതങ്ങളിലെ ഒരു ഏകത്വം എന്നർത്ഥത്തിൽ വേണേൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഭൗതികമായ നാനാത്വം, അല്ലെങ്കിൽ ഈ വ്യത്യസ്തതകളെ അതിലെല്ലാം ഏകത്വമായി നിൽക്കുന്ന ഇപ്പം നമ്മുടെ ആത്മസത്തയെന്നോ അല്ലെങ്കിൽ ജീവസത്തയെന്നോ ഒക്കെ പറഞ്ഞ് അതിനെ ആ രീതിയിൽ ചിത്രീകരിക്കാം. നമ്മളുടെ അറിവെങ്ങനെയാണോ വ്യാപരിക്കുന്നത്, ആ അറിവിൻ്റെ വ്യാപ്തി അനുസരിച്ച് നമുക്ക് ഈ പ്രമാണഗ്രന്ഥങ്ങളെന്ന് ഓരോരുത്തർ അവകാശപ്പെടുന്ന ഓരോ ഗ്രന്ഥങ്ങളിലെയും അറിവിനെ നമുക്ക് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശൈവപുരാണത്തിൽ പറയുന്നത് ശിവനാണ് ഈ സൃഷ്ടിന്മുഖ സംഹാര ശക്തി എന്നാണ്. അത് നമുക്ക് ഗുരുവിൻ്റെ കൃതികളിലും ഗുരു അതിനെയാണ് അംഗീകരിക്കുക. കാരണം സൃഷ്ടിയിൽ നിന്നും, അതായത് പല മതങ്ങളും ആദ്യം സൃഷ്ടി ഇങ്ങനെയാണല്ലോ, പിന്നെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം, ഇങ്ങനെയാണ് അതിനെ ആ ഒരു ക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുക. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എന്നാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അല്ല നടക്കുന്നത്, സംഹാരവും പിന്നീട് സ്ഥിതിയും സൃഷ്ടിയുമാണ്, തിരിച്ചാണ് വരേണ്ടത്. അപ്പോൾ അതിന് ഈ ബ്രഹ്മവാദി അല്ലെങ്കിൽ അവരെ പറയുന്നത് ഔപനിഷദികൾ, വേദാന്തികൾ പറയുന്നത് ഈ കോഴിമുട്ടയുടെ ദൃഷ്ടാന്തം വെച്ചുകൊണ്ടാണ്. ഒരു കോഴിമുട്ട, അവർ കോഴി മുട്ടയിടുന്നതായിട്ടല്ല പറയുന്നത്, മുട്ടയിൽ നിന്ന് കോഴി വിരിഞ്ഞു വരുന്നതായിട്ടാണ്. കോഴിമുട്ട അടവെക്കുന്നു, അപ്പോൾ ആ കോഴിമുട്ടയ്ക്കകത്തെ വെള്ളക്കരുവും മഞ്ഞക്കരുവും എല്ലാം നശിക്കുന്നു. മൊത്തത്തിൽ മുട്ട അങ്ങ് നശിക്കുന്നു, കോഴിക്കുഞ്ഞുണ്ടാവും. എന്നിട്ട് ആ കോഴിക്കുഞ്ഞ് വളരുന്നു, വീണ്ടും മുട്ടയിടുന്നു. അപ്പോൾ ആ ഒരു പ്രക്രിയ നമ്മൾ മനസ്സിലാക്കുന്ന സാധാരണക്കാരൻ ലൗകിക രീതിയിൽ പറയുന്നത് എങ്ങനെയാണ്? കോഴി ഉണ്ടാകുന്നു, കോഴി വളരുന്നു, മുട്ടയിടുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, മുട്ട നശിക്കുന്നു, കോഴിക്കുഞ്ഞ് വിരിയുന്നു, പിന്നീട് കോഴിക്കുഞ്ഞ് ജനിച്ച് വളരുന്നു, വീണ്ടും മുട്ടയിടുന്നു. അങ്ങനെ അതാണ്. അപ്പോൾ സംഹാരമാണ് ആദ്യം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനമാലയിൽ പറയുന്നത് എന്താണ്? ആദ്യം ഇവിടെ അസത്ത് മാത്രമേ, അസദേവേദം സർവം എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ അസത്ത് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് പരമേശ്വരൻ സ്വപ്നത്തിലെന്ന പോലെ ഓരോന്നിനെയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഛാന്തോഗ്യ ഉപനിഷത്തിന് പറയുന്നത് തന്നെയാണ് അസദേവ ഇതം സർവമെന്നാണ്. ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം അസത്ത് തന്നെയായിരുന്നു. ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്നും ഇതെല്ലാം ഉണ്ടായി എന്നാണ് ആ പറഞ്ഞ ശൂന്യവാദം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ശൂന്യവാദത്തിലെ കിടന്ന് അതിനെ കുറേ മനസ്സിലാകും, അത് ഞാൻ കിടക്കുന്നില്ല. അപ്പം ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ്. ഒന്നിനെയും നമുക്ക് ഇല്ലാത്ത ഒന്നിനെ പുതുതായി സൃഷ്ടിക്കാനോ ഉള്ള ഒന്നിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനോ ആരാലും സാധ്യമല്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായ നിലപാട്. തന്നെ നത്തിങ് ക്യാൻ ബി ന്യൂലി ക്രിയേറ്റഡ് ആൻഡ് നത്തിങ് ക്യാൻ ബി ഡെസ്ട്രോയിഡ് എന്നാണ് അവർ പറയുന്നത്, ഭൗതികശാസ്ത്രം പറയുന്നതാണ്. നമ്മൾ വീടുണ്ടാക്കണമെങ്കിൽ പാറ പൊട്ടിക്കണം, മരം വെട്ടി ഉരുപ്പടി ഉണ്ടാക്കണം. അതുപോലെ സിമെൻറ്റ്, അതിൻ്റെ ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് സിമെൻറ്റാക്കി മാറ്റുന്നത്, കമ്പിയാക്കി മാറ്റുന്നത്. ഇരുമ്പയിരിനെ ശുദ്ധീകരിച്ചാണ് കമ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലാത്തതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. വീടുണ്ടാക്കുന്നു. വീടെന്ന് പറയുന്നത് ഒരു രൂപം മാത്രമാണ്. നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ഇവിടെ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നൊരു. അപ്പോൾ അവിടെ സത്യത്തിൽ അതിലെ ഓരോ വസ്തു നോക്കിയാൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളെയാണ്. അപ്പം നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് അവസ്ഥാന്തരണം, രൂപാന്തരണം, ഇത് മാത്രമേ പറ്റൂ. ഉള്ളതിനെ നമുക്ക് അവസ്ഥാന്തരത്തിലേക്ക് മാറ്റാം, രൂപാന്തരത്തിലേക്ക് മാറ്റാം. അല്ലാതെ നമുക്ക് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ശൈവ സിദ്ധാന്തികൾ പറയുന്നത് ശിവനാണ് സൃഷ്ടിന്മുഖ സംഹാരമൂർത്തിയെന്ന്. അപ്പോൾ സൃഷ്ടിയും സംഹാരവും സ്ഥിതിപാലനവും എല്ലാം ശിവനിലാണെന്നാണ് ശൈവ യോഗികൾ, എന്നാൽ ശിവതത്വത്തെ കുറിച്ച് ശരിക്കും സാക്ഷാത്കരിച്ച് മനസ്സിലാക്കിയവർ പറയുന്നു. ശ്രീനാരായണ ഗുരുദേവനും ഒരു യഥാർത്ഥ ശൈവയോഗിയായിരുന്നു. ഈ ശ്രീനാരായണ ഗുരു എഴുതിയ കൃതികളിൽ കൂടുതലും ഈ ശിവനെക്കുറിച്ചുള്ള സ്തോത്രകൃതികൾ എടുത്തു കഴിഞ്ഞാൽ ശിവനെക്കുറിച്ചുള്ള സ്തോത്രകൃതികളും ദേവിയെക്കുറിച്ചുള്ള സ്തോത്രകൃതികളും സുബ്രഹ്മണ്യനെക്കുറിച്ചുള്ള സ്തോത്രകൃതികളും അതുപോലെ വിനായകാഷ്ടകമൊക്കെയാണ്. ഈ വിഷ്ണുവിനെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ആകെ 2 സ്തോത്രകൃതികളാണ് എഴുതിയത്. വാസുദേവാഷ്ടകവും ശ്രീകൃഷ്ണ ദർശനവും. അല്ല, 3 എഴുതിയല്ലേ? വാസുദേവാഷ്ടകം, പിന്നെ ഒരഷ്ടകം കൊണ്ടല്ലോ വിഷ്ണു അഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം. ശ്രീകൃഷ്ണ ദർശനം എന്ന് പറയുന്ന ഒരു മുക്ത ഒറ്റ ശ്ലോകം, ഏക ശ്ലോകമാണ്. പക്ഷേ ശിവനെക്കുറിച്ചും ദേവിയെക്കുറിച്ചും സുബ്രഹ്മണ്യനെക്കുറിച്ചും ധാരാളം എഴുതി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ വൈഷ്ണവ സങ്കല്പം അതാണ്. വൈഷ്ണവ സിദ്ധാന്തത്തിൻ്റെ സാഹിത്യ പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് മഹാഭാഗവതവും ഭഗവത്ഗീതയും അതുപോലെ മഹാഭാരതവും ഒക്കെ. മഹാത്മാഗാന്ധി മുറുകെ പിടിച്ചത് ആധികാരിക ഗ്രന്ഥമായിട്ട് ഭഗവത്ഗീതയെയും പ്രമാണഗ്രന്ഥമായി ഭഗവത്ഗീതയെയും സ്വപ്നം കണ്ടത് രാമരാജ്യത്തെയുമാണ്. അപ്പോൾ അവിടെ യഥാർത്ഥമായി ചിന്തിക്കേണ്ടത് മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ മതപരമായ ഒരു വൈഷ്ണവനായിരുന്നു, ജന്മനാ ബ്രാഹ്മണനായിരുന്നു. മഹാത്മാഗാന്ധിയുടെ അച്ഛൻ പോർബന്തറിലെ ഒരു ദിവാനായിരുന്നു. ദിവാൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്ത് ദിവാൻ പദവി എന്ന് പറയേണ്ട മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രി ആ ഒരു ഇതിലാണ്, ആ ഒരു പദവിയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ. ആ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നവനായിരുന്നു ഗാന്ധിജി. ഗാന്ധിജി അന്ന് ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോയി അവിടുന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി ഇവിടെ വന്ന ആളാണ്. ഇവിടെ വന്ന് നിയമജ്ഞനായി മാറണം, അതുപോലെ ഈ വക്കീൽ പണി വേണം തനിക്ക് ചെയ്യാൻ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് ഇവിടെ ശ്രമിച്ചെങ്കിലും അന്ന് ഗാന്ധിജിക്ക് പോലും വക്കീൽ പണി ഇല്ലായിരുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ സ്ഥിതി അതായിരുന്നു, തൊഴിലവസരങ്ങളില്ല. അതുകൊണ്ട് ഗാന്ധിജി വക്കീൽ പണി ചെയ്യുന്നതിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിൽ ചെന്ന് വക്കീൽ പണി ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് അവിടുത്തെ ജാതി വിവേചനം മറ്റൊരു തരത്തിലായിരുന്നു. കാരണം ഇവിടെയാണെങ്കിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളായിട്ട് ആളുകളെ 4 തട്ടിലായി. തൊഴിലടിസ്ഥാനത്തിൽ തന്നെയാണ്, പിന്നെ അത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറി. അത് ഈ ചാതുർവർണ്ണ രാഷ്ട്രീയ വ്യവസ്ഥിതിയായി വന്നപ്പോൾ അവിടെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ അപച്യുതിയുടെ പടുകുഴിയിലേക്ക് സമൂഹം വീണു. അക്കാലത്താണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്ന് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ ഒരു അവസ്ഥ അല്ലായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ. ദക്ഷിണാഫ്രിക്കയിൽ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വിവേചനമായിരുന്നു. ആ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വിവേചനം അനുഭവിച്ചപ്പോൾ കറുത്തവൻ്റെ വിവേചനം നീഗ്രോകളോടൊപ്പം തന്നെ ഇന്ത്യയിലെ കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, അവരും അനുഭവിച്ചു. അപ്പോൾ ആ ദുസ്ഥിതിയിൽ നിന്നും ഒരു മോചനം ഉണ്ടാകണം എന്നുവേണ്ടി അവിടെ ഗാന്ധിജി ആദ്യം സത്യാഗ്രഹം ആദ്യം സമരമുറകൾ സംഘടിപ്പിച്ചു. അവിടുന്ന് പീഡനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങി. അങ്ങനെ ആ ദുരനുഭവങ്ങളാണ് ഇന്ത്യയെ സ്വരാജിലേക്ക് ഉയർത്തണം, അല്ലെ സ്വതന്ത്ര പദവിയിലേക്ക്, ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം അത് സ്വതന്ത്രമായി ഉണ്ടാകണമെന്ന് ചിന്തിക്കുകയും
1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് ഇവിടെ സ്ഥിരതാമസം തുടങ്ങി ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അതിനൊരു ഗാന്ധിയുടെ നിയമജ്ഞത, അതുപോലെ ഭാഷാ സ്വാധീനത, പിന്നെ അതുപോലെ ലോക പരിചയം, ഇതെല്ലാം ഗാന്ധിജിയെ ഏറെ സഹായിച്ചിരുന്നു. അപ്പോൾ അക്കാലത്താണ് നമ്മുടെ കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമുള്ള പൊതുവഴിയിലൂടെ കീഴ്ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നതിനെതിരെ ഉള്ള പ്രതിഷേധ സമരമായി. ആ കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഈഴവാദി പിന്നക്ക വിഭാഗങ്ങൾക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടതിനുള്ള പ്രതിഷേധമെന്ന നിലയിലാണ്. അപ്പോൾ അന്ന് വരെ അതൊരു ശരിക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു പ്രക്ഷോഭം രക്തരഹിത വിപ്ലവമായിരുന്നു. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയെ അട്ടിമറിക്കുകയാണ് ഗുരുദേവൻ ചെയ്തത്. ബ്രാഹ്മണൻ്റെ കുത്തകയായിരുന്നു ക്ഷേത്രപ്രതിഷ്ഠയും വിഗ്രഹപ്രതിഷ്ഠയും ഒക്കെ. ക്ഷേത്രത്തിലെ പൂജകളും എല്ലാം അവരുടെ കുത്തകയാണ്. അപ്പം അങ്ങനെ ആ കുത്തകയാക്കി ബ്രാഹ്മണവർഗം വെച്ചുകൊണ്ടിരുന്ന ക്ഷേത്രപ്രതിഷ്ഠാ സ്വാതന്ത്ര്യത്തെ വളരെ ശാന്തമായി നിസ്സംഗഭാവത്തോടുകൂടി അട്ടിമറിച്ച് കയ്യിൽ കൊടുത്ത് അതിനെ ഒരു വലിയ ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റിയ മഹാജ്ഞാനിയും മഹാകർമ്മയോഗിയുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഗുരുവിൻ്റെ ആ ഒരു പ്രതിഷ്ഠ അവിടെ ആദ്യം അരുവിപ്പുറത്ത് നടത്തി, അതിനുശേഷം മണ്ണന്തല ദേവി പ്രതിഷ്ഠ നടത്തി, കോലത്തുകര ശിവപ്രതിഷ്ഠ നടത്തി, പിന്നെ ഇങ്ങനെ ഓരോരുത്തർക്ക് ക്ഷേത്രങ്ങൾ നടത്തി വന്നപ്പോഴത്തേക്ക് ബഹുജനങ്ങളെല്ലാം ഗുരുദേവൻ്റെ ആ ഒരു വഴിയിലേക്ക് നീങ്ങുകയും ഈ പ്രക്ഷോഭങ്ങൾ അതുവരെ എന്ന് പറയാൻ റാൻ മൂളി നിൽക്കുന്ന കാലമാണ്. തമ്പ്രാട്ടി എന്ന് വിളിച്ച്, അതുപോലെ തന്നെ ഈ ബ്രാഹ്മണന്മാരന്ന് യാത്ര ചെയ്യുന്നത് പൊതുവഴിയിലൂടെ ഈ അബ്രാഹ്മണർ കീഴ്ജാതിക്കാർ നടക്കാൻ അനുവദിക്കാതിരിക്കുക മാത്രമല്ല, ഇവർ നടക്കുമ്പോൾ എഴുന്നള്ളത്താണ്, പല്ലക്കിലാണ് യാത്ര. ഇവരെ പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോകുന്ന പല്ലക്ക് ചുമട്ടുകാർ ഹോയ് ഹോയ് വിളിച്ചുകൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പരിസരത്ത് കാണാം കീഴ്ജാതിക്കാരുണ്ടെങ്കിൽ ഓടി വിളിച്ചു കൊള്ളണം എന്നുള്ള ആഹ്വാനമാണ് ഈ ഹോയ് ഹോയ് വിളിയിലൂടെ അവർ മുഴക്കിയിരുന്നത്. ഈ വഴിയിൽ കൂടെ തന്നെ പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ കാളയോ മറ്റ് പാമ്പോ പഴുതാരയോ പോയാൽ ഇവർക്ക് യാതൊരു പ്രതിഷേധവുമില്ല. അതുപോലെ തന്നെ മത്തായിയും മുഹമ്മദും പോയാൽ പ്രശ്നമില്ല. അവിടെ ഹിന്ദു ജാതിയിൽപ്പെട്ട കീഴ്ജാതിക്കാർ നടന്നാൽ മാത്രമാണ് അത് അശുദ്ധമാകുന്നത്. ആ അശുദ്ധിയുടെ നിരർത്ഥകത, അതുപോലെ ഈ ക്ഷേത്രപ്രവേശന വിലക്കിൻ്റെയും നിഷേധത്തിൻ്റെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ വിലക്കിൻ്റെയും ഒക്കെ പിന്നിലുള്ള നിരർത്ഥകതയും അയുക്തി അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു വളരെ സൗമ്യമായിരുന്നുകൊണ്ട്, കാരണം ശ്രീനാരായണ ഗുരു ശുദ്ധ സാത്വികനും മഹാക്രാന്തദർശിയും ഒക്കെ ആയിരുന്നതുകൊണ്ട്, സഹന ശക്തിയുടെ നിറകുടവുമൊക്കെ ആയിരുന്നതുകൊണ്ടാണ് വളരെ ശാന്തനായി ഈ അട്ടിമറി നടത്തിയപ്പോഴും വളരെ പ്രകോപനം ഒട്ടും ആർക്കും ഉണ്ടാകാത്ത രീതിയിൽ പ്രതികരിക്കുകയും അതൊരു നവോത്ഥാന പ്രക്രിയയ്ക്ക് കാരണമായി മാറുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിൽ നിന്നും കിട്ടിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേളപ്പൻ തുടങ്ങിയ സവർണ നേതാക്കന്മാർ, അന്ന് അവരൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ എന്നുള്ള നിലയിൽ സവർണ ജാതിയിൽപ്പെട്ട ചില ആളുകളും ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കുചേരുകയും മഹാത്മാഗാന്ധി നടത്തിയിരുന്ന ഈ അഹിംസാത്മകമായ സത്യാഗ്രഹ സമരമുറ ഇവിടെയും അവലംബിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൽ നിന്നും കിട്ടിയ ഊർജമാണ് ഈ അക്രമ സമരത്തിൽ നിന്നും പിന്മാറി സത്യാഗ്രഹ അഹിംസാത്മക സമരത്തിലേക്ക് ഇവർ ഈ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രമാണിമാരൊക്കെ സവർണരായിരുന്നു. അവരങ്ങനെ ചെയ്തു. അപ്പോൾ ഇവരുടെ ക്ഷണപ്രകാരമാണ് മഹാത്മാഗാന്ധി ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കാളിയാകാൻ വരും. അതിൽ പിന്നെ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനായിട്ടാണ് ഗാന്ധിജി ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയിൽ എപ്രകാരമാണ് ധനാത്മകമായ അല്ലെങ്കിൽ പോസിറ്റീവായ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗാന്ധിജിക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ ഗാന്ധിജി
വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അന്നിവിടെ രാജഭരണമാണ്. അപ്പോൾ റെസിഡൻറ്റ് മഹാറാണിയെ കൂടെ പോയി കണ്ട് വേണം തിരിച്ചു പോകാൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെ അവിടെ പോകുന്നതിന് വഴിക്കാണ് ഇവിടെ വർക്കലയിൽ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുദേവനുമായി ചർച്ച നടന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനിതിലെ ആ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അവിടെ വന്നപ്പോൾ ഈ ചർച്ച എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ശരിക്കും രാഷ്ട്രീയ ചർച്ചയാണ്. ശ്രീനാരായണ ഗുരു പ്രത്യക്ഷ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരു ക്ലിപ്തമായ അകലം പാലിച്ചു നിന്ന ഒരു മഹാക്രാന്തദർശിയായ നവോത്ഥാന ചിന്തകൻ കൂടിയായിരുന്നു. വെറും ഒരു നവോത്ഥാന നായകൻ മാത്രമല്ല, നവോത്ഥാന ശില്പി കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്തേക്ക് ഗാന്ധിജി വന്നത് ശരിക്കും രാഷ്ട്രീയ നയം, അതുകൊണ്ട് ഈ ആധികാരികമായ കേന്ദ്രങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്തുക എന്ന് പറയുന്നത് ഈ യഥാർത്ഥ രാഷ്ട്രീയ പ്രായോഗിക നയമാണ്. ഈ രാഷ്ട്രീയക്കാർ പലതരത്തിലുണ്ട്. ഈ ശരിയായൊരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് എന്തെങ്കിലും ഒരു നയം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി, അത് രാജാക്കന്മാരുടെ കാലത്തും പണ്ടുണ്ടായിരുന്നു, പ്രച്ഛന്ന വേഷം ധരിച്ച് രാജാക്കന്മാർ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും അവിടെ നിന്നും അഭിപ്രായ ക്രോഡീകരണം നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. CID വർക്ക് രാജാവ് തന്നെ നേരിട്ട് നടത്തുമായിരുന്നു പണ്ടുകൾ പുരാതന കാലത്ത്. അതിൽ ഇപ്പോഴത്തെ ആളുകൾ ചെയ്യുന്നത് ഇവിടെയും ഈ പരോക്ഷമായിട്ടുള്ള അഭിപ്രായ ക്രോഡീകരണം, അതിനാണ് സർവേ എന്നൊക്കെ പറയുന്നത്, രാഷ്ട്രീയ സർവേകൾ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സർവേയുടെ ഭാഗമെന്ന് വേണമെങ്കിൽ ശ്രീനാരായണ ഗുരുവുമായി ഗാന്ധിജി നടത്തിയ കൂടിക്കാഴ്ച നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇവിടെ വന്ന് ശ്രീനാരായണ ഗുരു ഒരു വലിയ നവോത്ഥാന ശക്തി ദുർഗമായി മാറി നിന്നപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു കർമ്മശേഷിയും അതിൻ്റെ ആ ഒരു ഊർജദായക ശക്തിയുമൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കി രാഷ്ട്രീയ നയ രൂപീകരണത്തിൽ അവയൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചത്. അപ്പോൾ ഗാന്ധിജി തികഞ്ഞ രാഷ്ട്രീയക്കാരനും ഗുരു പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാതെ തന്നെ വലിയൊരു രാഷ്ട്രീയ ക്രാന്തദർശിയായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കൂടുതൽ മുഖവരെയൊന്നും ചോദിക്കാതെ വൈക്കം സത്യാഗ്രഹം ഇവിടെ അയിത്താചാരത്തെക്കുറിച്ച് തന്നെ സംഭാഷണം ഗാന്ധിജി തുടങ്ങി വെച്ചത്. അപ്പോൾ ഇവിടെ അയിത്തമായിരുന്നു പ്രശ്നം. അയിത്തത്തിനാണ് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അയിത്തം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല രൂപഭാവങ്ങളിലാണെന്ന് നിലനിന്നിരുന്നത്. ഈ തൊട്ടുകൂടായ്മയും തീട്ടിക്കൂടായ്മയൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ അതിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു, വളരെ അതിക്രൂരവും നീചവുമായിരുന്നു. അവിടെ ജാതി സമ്പ്രദായം നായർ ബ്രാഹ്മണൻ്റെ നമ്പൂതിരിയുടെ 12 അടി പുറകിൽ നിൽക്കണം. എന്നാൽ തൊട്ടടുത്ത് നിന്നുകൂടാ. ഒരു ബ്രാഹ്മണൻ നിൽക്കുന്നിടത്ത് 12 അടി അകലം പാലിച്ച് വേണം നായർ നിൽക്കാൻ. ആ നായരുടെ അടുത്ത് നിന്നും 12 അടി മാറി വേണം ഈഴവൻ നിൽക്കാൻ. ഈഴവൻ്റെ അടുത്ത് നിന്ന് 24 അടി മാറി വേണം പുലയൻ നിൽക്കാൻ. അപ്പം ഈ പുലയനും നമ്പൂതിരിയും തമ്മിലുള്ള ദൂരം 64 അടിയായിട്ടാണ് ക്ലിപ്പപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു അകലം. പക്ഷെങ്കിൽ അവിടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്പൂതിരിക്ക് എല്ലാ ജാതിക്കാരിൽ നിന്നും വേളിയാകാമായിരുന്നു. 64 അടി അകലം മാറ്റി നിർത്തുന്ന പുലയൻ്റെ ഭാര്യയെയോ സഹോദരിയെയോ വേളി കഴിക്കുന്നതിന് അല്ലെങ്കിൽ സംബന്ധം കൂടുന്നതിന് യാതൊരു വിലക്കുമില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരുതരം നികൃഷ്ടവും അതുപോലെ യുക്തിരഹിതവും അതുപോലെ അനീതി നിറഞ്ഞതും കിരാതവുമായ സമ്പ്രദായങ്ങളാണ്. പിന്നെ അതുപോലെ ഈഴവൻ മുതൽ താഴെയുള്ള ഈഴവർ, നാടാർ തുടങ്ങിയ ആളുകളൊക്കെ അധ്വാനിക്കാൻ പ്രായപൂർത്തിയായി കഴിയുന്ന പുരുഷന്മാരെല്ലാം തലക്കര കൊടുക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊരു തൊഴിൽക്കരത്തിൻ്റെ ഒരു പ്രാകൃതമായ രീതിയാണ്. അധ്വാനിക്കാൻ പ്രാപ്തിയുള്ള ഈഴവൻ മുതൽ താഴോട്ടുള്ള ആളുകൾ തലക്കരം നിർബന്ധമായി കൊടുത്തിരിക്കണം. അതുപോലെ സ്ത്രീകൾ മുലക്കരം. അത് ഈ തൊഴിലിൻ്റെ നികുതിയുടെ മറ്റൊരു പ്രാകൃത രൂപമാണ്. അവിടെയും പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ഈടാക്കിയിരുന്നൊരു നികുതിയാണ്. അപ്പോൾ അത് പക്ഷേങ്കിൽ സവർണ ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കൊടുക്കുകയുമില്ല. ഈഴവർ, നാടാർ തുടങ്ങിയ ജാതിയിൽപ്പെട്ടവരാണ് കൊടുക്കേണ്ടത്. ആ ഒരു നികൃഷ്ടമായ വളരെ നിന്ദ്യവും അതിലെ കിരാതവുമായ ആ ഒരു നികുതിയെ നിർത്തലാക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത് നമ്മുടെ ചേർത്തലക്കാരി നങ്ങേലി എന്ന് പറയുന്ന ഒരു ധീരവനിതയുടെ പ്രതികരണത്തിലൂടെയാണ്. മുലക്കരങ്ങ് പിരിക്കാൻ ചെന്ന കരം പിരിവുകാരുടെ മുന്നിലേക്ക് സ്വന്തം മുലകൾ അറുത്തു നൽകി രക്തസാക്ഷിത്വം വഹിച്ച നങ്ങേലിയുടെ ആ ധീരപ്രവൃത്തിയാണ് ഈ ആ ഒരു കിരാത നികുതി
പിൻവലിക്കാൻ സർക്കാരിനെ, അന്നത്തെ രാജഭരണത്തെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യം. പിന്നെ അതിന് ഈഴവർ മുതലായ ചില ആളുകൾക്ക് മീശ വെച്ച് നടക്കണമെങ്കിൽ പുരുഷന്മാർക്ക് അതിന് കരം കൊടുക്കണം. കരം കൊടുത്താലേ മീശ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ഭയങ്കര ശിക്ഷയാണ്. അപ്പോൾ ഇത്തരം കിരാത നീതികളാണ് തീണ്ടൽ. കുമാരനാശാൻ പറയുന്നതാണ് കണ്ടുകൂടാത്തവർ, അങ്ങനെയാണ്, തൊട്ടുകൂടാത്തവർ, കണ്ടുകൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ല ഹോ ജാതിക്കോമരങ്ങൾ എന്ന് കുമാരനാശാൻ പാടിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീചത, അതാണ് കേരളത്തിലെ ഐക്യത്തിനുണ്ടായിരുന്ന ആ ഒരു പ്രത്യേകത. അത് മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് പ്രദേശം, ഇന്ത്യയിൽ തന്നെ മറ്റ് പ്രദേശം ഇത്രത്തോളം നീചമായ ഈ തീണ്ടലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടിട്ടാണ് ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് കേരളത്തിൽ വന്ന വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ്. അപ്പോൾ ആ ഭ്രാന്താലയം എല്ലാം ഭ്രാന്തന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള കിരാതനീതി നിന്നിരുന്ന കാലത്താണ് മഹാത്മാഗാന്ധി വന്ന് ഗുരുവിനോട് ചോദിക്കുന്നത്, ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ അയിത്താചാരം വിധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ആ ചോദ്യത്തിൽ ഒരു പ്രത്യേകത കാണേണ്ടത്, അന്ന് വരെ എന്നല്ല, ശ്രീനാരായണ ഗുരു യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവനായിരുന്നില്ല, തികഞ്ഞ വേദാന്തിയാണ്, അദ്വൈതിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത് പ്രായോഗിക അദ്വൈതമാണ്. ഈ പ്രായോഗിക അദ്വൈതം എന്ന് പറയുമ്പോൾ അവിടെ ഒരു മതത്തിനും പ്രത്യേകതയില്ല. അവിടെ വൈഷ്ണവമെന്നോ ശൈവമെന്നോ ശാക്തേയമെന്നോ ബ്രാഹ്മമെന്നോ ഒന്നും മതചിന്തയില്ല. സർവ്വതിനും അത് ഏകവും അഖണ്ഡവും അതുപോലെ അദ്വയവുമായ ഒരു ശക്തി ചൈതന്യമുണ്ട് എന്നും ആ ശക്തി ചൈതന്യത്താൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്നും അതിന് അന്യമായി അല്ല അതിന് അതീതമായി മറ്റൊന്നും ഇവിടെ ഇല്ല എന്നുമുള്ള ജ്ഞാനത്തെയാണ് ഈ അദ്വൈത ബോധമെന്ന് പറയുന്നത്. തന്നിൽ നിന്നും അന്യമല്ലാതെ എന്നു കാണുന്നു സർവ്വതും, അന്നേത് മോഹം അന്നേത് ശോകം, ഏകത്വ ദൃക്കിന്. അപ്പോൾ ഏകത്വ ദൃക്കാണ് യഥാർത്ഥത്തിൽ അദ്വൈതി. അദ്വൈതത്തിന് തന്നെ രണ്ട് ഭാഷ്യങ്ങളുണ്ട്. അപ്പോൾ ശങ്കരാചാര്യരാണ് അദ്വൈതത്തിൻ്റെ ഉപജ്ഞാതാവെന്നാണ് നമ്മൾ പഠിക്കുന്നതും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്വൈതത്തിൻ്റെ ഉപജ്ഞാതാവല്ല ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ സൈദ്ധാന്തിക അദ്വൈതത്തിൻ്റെ ഉപജ്ഞാതാവ് മാത്രമാണ്. അദ്വൈതത്തിന് പ്രായോഗിക അദ്വൈതമെന്നും സൈദ്ധാന്തിക അദ്വൈതമെന്നും രണ്ട് വിഭാഗങ്ങളുണ്ട്. ശങ്കരാചാര്യർ ഒരിക്കൽ വിശ്വനാഥ ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കാനായി പ്രഭാതത്തിൽ ഈ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു വേടൻ, ഒരു ചണ്ടാലൻ വേട്ട ഇറച്ചി ഇങ്ങനെ കുറഞ്ഞു തിരിച്ച് തോളിലൂടെ തൂക്കിയും അതുപോലെ തന്നെ ഈ തലയിൽ കള്ളുകൂടം, പനങ്കള്ള് അവിടെയൊക്കെ ഇഷ്ടംപോലെ കിട്ടും, അതും ഒക്കെ ചുമന്ന് കുറേ വേട്ടപ്പട്ടികളുമായി നടന്നു വരുന്നു. അപ്പോൾ ശങ്കരാചാര്യ ഇത് കണ്ടുകൊണ്ട് ചണ്ടാള വഴി മാറൂ എന്നപ്പോൾ ഇവിടുത്തെ ഹോഹോയ് വിളിക്കുന്നതിന് വരെ, മറ്റേ ഇവിടെ ആണെങ്കിൽ കേരളത്തിലെ നമ്പൂതിരിമാർ പോകുമ്പോൾ പല്ലക്കിലിരിക്കും, ചുമട്ടുകാരാണ് ഹോയ് ഹോയ് വിളിക്കുന്നത്. അപ്പോൾ ആ ഹോയ് ഹോയ് വിളിക്ക് പകരം ശങ്കരാചാര്യ വിളിച്ചു പറഞ്ഞു ചണ്ടാല വഴി മാറുമെന്ന്. പക്ഷേ ചണ്ടാലൻ മൈൻഡ് ചെയ്തില്ല, വീണ്ടും പട്ടികളെ കൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വഴിമാറൂ എന്ന് വളരെ ഈ വേവലാതിപ്പെട്ട് ശങ്കരാചാര്യർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചണ്ടാലൻ ചോദിച്ചു, വഴിമാറേണ്ടത് നാമോ നമ്മുടെ ആത്മാവോ എന്ന്. ഈ ചോദ്യം കേട്ട് ശങ്കരാചാര്യർ ആകെപ്പാടെ ആശ്ചര്യചകിതനായി ഭയവിഹ്വലനായി ഉൾനേത്രം തുറന്നു നോക്കിയപ്പോഴാണ് മുന്നേ നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ സാക്ഷാൽ പരമശിവൻ ചണ്ടാളവേഷം ധരിച്ച് വേട്ട ഇറച്ചി കുറങ്ങു തൂക്കി തോളിൽ തൂക്കി തലയിൽ കള്ളു ചുമന്നും നടന്നു. അത് നമ്മുടെ സുബ്രഹ്മണ്യ കീർത്തനത്തിനകത്ത് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. ഈ അതിന് ഉമ്മാനില്ലാ നിരപ്പോട്ടിയും ഒരു ആ ഒരു മര്യാദത്തെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഐതിഹ്യം എന്ന് പറയുന്നത്, ഐതിഹ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്രകാരം കേൾക്കപ്പെടുന്നു എന്നാണ്. ഇതി ആഹ എന്നാണ് എന്ന് പറയാൻ, ഇപ്രകാരം പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ യഥാർത്ഥത്തിൽ കിംവദന്തി എന്ന് പറയാൻ കിം വദന്തി എന്തു പറയണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കിംവദന്തി അത് സംസ്കൃതമാണ്. നമ്മൾ കിംവദന്തി എന്ന് മലയാളം പറയുമെങ്കിലും കിം എന്ത്,
വദന്തി പറയപ്പെടണം. അപ്പോൾ അതുപോലെ ഇങ്ങനെ പറയപ്പെടുന്നു, അത് പറയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചരിത്രം പക്ഷേങ്കിൽ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇത് സവർണ ആളുകൾ തന്നെയാണ് ഐതിഹ്യമൊക്കെ ചമച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഐതിഹ്യത്തെ അവർ കളയാൻ തയ്യാറായില്ല. കാരണം ഈ വേട്ടപ്പട്ടിയുടെ അകമ്പടിയോടുകൂടി ഇറച്ചിയും കള്ളുമൊക്കെ ചുമന്ന് വടിയിടിച്ചു വരുന്ന സാക്ഷാൽ പരമശിവൻ്റെ മുന്നിൽ ഈ ശങ്കരാചാര്യർ അടിപതറിപ്പോയി. അവിടെ നിന്റെ സൈദ്ധാന്തിക അദ്വൈതമല്ല യഥാർത്ഥ അദ്വൈതം എന്നവിടെ മനസ്സിലാക്കി കൊടുക്കാൻ പരമശിവൻ ചെല്ലേണ്ടി വന്നു. ശ്രീനാരായണ ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ശങ്കരൻ്റെ അദ്വൈതവും എൻ്റെ അദ്വൈതവും ഒന്ന് തന്നെയാണ് എന്ന്. അദ്വൈതം ഒന്നേ ഉള്ളൂ. പക്ഷേ അദ്വൈതത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്, അല്ലെ രണ്ട് വശങ്ങളാണ്, പ്രായോഗിക അദ്വൈതവും സൈദ്ധാന്തിക അദ്വൈതവും. അപ്പം നമ്മുടെ ഇവിടുത്തെ ആളുകളെല്ലാം സൈദ്ധാന്തികമായി അദ്വൈതികളാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു മാത്രമാണ് പ്രായോഗിക അദ്വൈതത്തെ അത് ശരിക്കും ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചത്. അവിടെയാണ് ശ്രീനാരായണ ഗുരുവും ശങ്കരാചാര്യരും വ്യത്യസ്തരാകുന്നത്. ശങ്കരൻ ആചാര്യൻ മാത്രമാണ്, ഗുരു സത്യദർശിയാണ്. അതാണ് ശ്രീനാരായണ ഗുരു പേര് പോലും ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുവുമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അറിവിൽ ഗുരുത്വമുള്ളവൻ, അറിവിലേറിയവൻ, അറിവിലും ഏറി അറിഞ്ഞവനാണ് ഗുരു. ഗുരു സത്യദർശിയാണ്, സത്യത്തെ ദർശിച്ചവനാണ്, സത്യത്തെ സാക്ഷാത്കരിച്ചവനാണ്. മറ്റേ ആചാര്യൻ എന്ന് പറയുമ്പോൾ സത്യദർശികൾ കണ്ട സത്യത്തെ ആചരിക്കുന്നവനാണ്. അപ്പോൾ അവിടെ ആചരണം വരുന്ന പറഞ്ഞാൽ ഈ ബ്രാഹ്മണൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മ ദർശനമാണെന്ന് അവർ പറയുന്നു, ഈശ്വര സേവയാണെന്ന് പറയുന്നു. പക്ഷെ അവർ ദർശിക്കുന്നില്ല ഈശ്വരനെ. അവർക്ക് കൊടുത്തിരിക്കുന്ന ഈശ്വരദാസ്യമാണ്. അതായത് പൂജ, അർച്ചന, നിവേദ്യം, ഇതൊക്കെ ദാസ്യവൃത്തികളാണ്. യഥാർത്ഥത്തിൽ അവർ ശൂദ്രൻ എന്ന പദത്തിന് ദാസ്യൻ എന്നർത്ഥം കൊടുത്താൽ യഥാർത്ഥത്തിൽ ദേവദാസന്മാരാണ് ബ്രാഹ്മണന്മാർ. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് ദേവ പ്രതിപുരുഷന്മാരെന്ന് വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അവരുടെ കർമ്മം പോലും ദാസ്യവൃത്തിയാണ്. എന്നാൽ ശ്രീനാരായണ ഗുരു അതായിരുന്നില്ല, ഈശ്വരനെ, ഈ സത്യത്തെ ദർശിച്ച ആളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശങ്കരൻ്റെ അദ്വൈതവും എൻ്റെ അദ്വൈതവും ഒന്ന് തന്നെയാണ്. പക്ഷേ മാർഗം രണ്ടാണ്. ഒന്ന് സൈദ്ധാന്തികമായി പറയുന്ന ഘോഷിക്കുക, രാഷ്ട്രീയക്കാരുടെ പ്രസംഗം പോലെയാണ് ശങ്കരാചാര്യർ അദ്വൈതം പ്രസംഗിച്ചത്, ജീവിതത്തിൽ പ്രായോഗികമാക്കിയില്ല. എന്നാൽ ശ്രീനാരായണ ഗുരു അത് പ്രായോഗികമാക്കി കാണിച്ചു. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഗാന്ധിജി ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണിസത്തിനെതിരെ ഗാന്ധിജി ചെറുവിരൽ പോലും അനക്കിയില്ല. ഈ പിന്നോക്ക ജാതിക്കാരെ ഹരിജനങ്ങൾ എന്നാണ് ഗാന്ധിജി, ഹരിജനം എന്ന് പറയാൻ ഹരിയുടെ ആൾക്കാർ. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെന്നൊരു ഭാഗത്ത് ഇപ്പോൾ അതിനെല്ലാം പേരൊക്കെ മാറ്റണമെന്നാണ് പറയുന്നത്. കാരണം ഓരോ ഘട്ടത്തിൽ പട്ടികജാതി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ പ്രശ്നമാണ്. പട്ടികയിൽ ഉൾപ്പെടുത്തിയവർ എന്ന് പറയുന്നത് സംവരണത്തിൻ്റെ പട്ടികയിൽപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ്. അതിനും ദോഷമായ പേരൊന്നുമല്ല. പിന്നെ അവരെ പട്ടികജാതിക്കാരെന്നൊക്കെ ആൾക്കാർ കളിയാക്കി വിളിച്ച് അവർക്ക് ആ പേര് ഇഷ്ടമല്ലാതായി. അതുപോലെ ഹരിജനം എന്ന് പറയുന്നത് ഹരിജൻ കോളനിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതും അവർക്ക് ഇഷ്ടമല്ല. ഹരി എന്ന് പറഞ്ഞാൽ ശിവൻ, പിന്നെ വിഷ്ണു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. വിഷ്ണുപുത്രന്മാർ അവിടെയും ഗാന്ധിജിയിലെ വൈഷ്ണവ മതം അവിടെ കടന്നു വരുന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ സൂക്ഷ്മമായിട്ട് ഗാന്ധിജിയുടെ ഓരോ പ്രവർത്തനം നോക്കിയാൽ തികഞ്ഞ വൈഷ്ണവിയായിരുന്നു, തികഞ്ഞ മതചിന്തകനായിരുന്നു, തികഞ്ഞ മതവിശ്വാസിയായിരുന്നു, തികഞ്ഞ മത പ്രചാരകനായിരുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ പ്രമാണഗ്രന്ഥമായി സ്വീകരിക്കുകയും രാമരാജ്യത്തിന് വേണ്ടി പൊരുതുകയും അത് രാമരാജ്യം സ്ഥാപിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത്. അപ്പം ഞാൻ ഇടയ്ക്ക് രാമരാജ്യത്തിലെ ഗോദാനം പറഞ്ഞ് വിട്ടുപോയി. ഗോദാനം എന്ന് പറഞ്ഞാൽ ഗോദാനം ചെയ്ത സമയത്ത് ഈ രാമൻ ദാനം ചെയ്തതിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ഈ ദാനങ്ങളെല്ലാം കഴിഞ്ഞു. അവിടെ ഒരു വൈശ്യൻ, ബ്രാഹ്മണൻ തന്നെയാണ്, ബ്രാഹ്മണനാണെങ്കിൽ പോലും ബ്രാഹ്മണന്മാർക്കും തൊഴിലുണ്ടായിരുന്നു, എന്നല്ല ഈ ജോലികൾ കൊടുത്തിരുന്നു. ബ്രാഹ്മണരിൽ ഒരു കൂട്ടം ആളുകൾ കൃഷിയും ഗോപാലനവും നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ദാനം വാങ്ങിച്ചാൻ ചെന്ന ബ്രാഹ്മണന്മാരിൽ ആളിൻ്റെ പേര് ഞാനിപ്പോൾ നിങ്ങൾ രാമായണം അറിയാവുന്ന ആരെങ്കിലും ഓർത്തോണം. ഒരു ബ്രാഹ്മണൻ്റെ പശുക്കളെ ദാനം ചെയ്യുന്നൊരു കഥയുണ്ട്. അപ്പോൾ ആ ബ്രാഹ്മണൻ ചെന്നപ്പോൾ താമസിച്ചു പോയി. ദ്രവ്യങ്ങളെല്ലാം തീർന്നു, നാണയങ്ങളെല്ലാം തീർന്നു, സ്വർണം തീർന്നു, വസ്ത്രം തീർന്നു, ഭൂമി ഇനിയും കൊടുക്കാനായിട്ടൊന്നുമില്ല. അവസാനം കുറേ പശുക്കൾ മാത്രമുണ്ട്. അപ്പോൾ ഇയാളോട് പറയുന്നുണ്ട്, ഒരു വടി എടുത്തു കൊടുത്തു ആദ്യം. ഈ വടി നിനക്ക് കഴിയുന്നത്ര ദൂരേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ കയ്യിൽ കിട്ടിയ വടി സർവശക്തി എടുത്ത് ആഞ്ഞ് വലിച്ചെറിഞ്ഞു. അപ്പോൾ ആ വടി ചെന്ന് വീണത് ആയിരക്കണക്കിന് പശുക്കളുടെ അപ്പുറത്താണ്. അപ്പോൾ ആ വടി വീണ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പശുക്കളെയും നീ ദാനമായി എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ
ആ പശുക്കളെ മുഴുവൻ ആ ബ്രാഹ്മണന് ദാനം കൊടുത്തു. ആ ദാനം എന്ന് പറയുന്നത് രാമരാജ്യത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പശുക്കളെ അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയനുസരിച്ച് കൃഷിക്ക് പ്രാധാന്യമുള്ള കാലമാണ്. കൃഷിയിൽ അഭിവൃദ്ധി വേണമെങ്കിൽ കന്നുകാലിയെ വളർത്തണം. അപ്പോൾ കുറേ പശുക്കൾ അന്ന് ആശ്രമങ്ങളുടെ സമ്പത്ത് പോലും നിശ്ചയിച്ചിരുന്ന പശുക്കളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഛാന്തോഗ്യോപനിഷത്തിൽ സത്യപാലനോ ഇങ്ങനെ ഒരു സത്യകാമ മഹർഷി, ഈ സത്യകാമ മഹർഷി ശരിക്കും ഒരു സങ്കര പുത്രനാണ്. എന്ന് പറഞ്ഞാൽ അമ്മ ഒരു ദാസിയായി. ഈ ദാസിയായ അമ്മ പല വീടുകളിലും വീട്ടുവേല ചെയ്താണ് ജീവിച്ചത്. അവർ ബ്രാഹ്മണരുടെ വീടുകളിൽ ജീവിച്ചിരുന്നു, മറ്റ് ക്ഷത്രിയരുടെ വീട്ടിൽ ജീവിച്ചു. ഇങ്ങനെ മാറി മാറി ജീവിക്കും. ഇവർ അതിസുന്ദരി ആയതുകൊണ്ട് ഈ ഉയർന്ന ജാതിയിലുള്ള പുരുഷന്മാരെല്ലാം ഇവരെ ചൂഷണം ചെയ്തു. അങ്ങനെ ഇവർ ഗർഭിണിയായി. യഥാർത്ഥത്തിൽ ആ ഗർഭത്തിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെ ഒരു കുട്ടി ജനിച്ചു, പുത്രനാണ്, ലക്ഷണയുക്തനായ പുത്രൻ. അവന് സത്യകാമൻ എന്ന് പേരിട്ടു. അപ്പോഴേക്ക് ഇവർക്ക് ഈ കുട്ടി പിറന്നതോടെ ഈ സമ്പന്ന കുടുംബങ്ങളിൽ പെട്ട ആളുകളൊന്നും ഇവരെ ജോലിക്ക് നിർത്താതായി. അപ്പോൾ ഇവർക്ക് സമൂഹത്തിൽ നിന്നൊരു ഭ്രഷ്ടായി. അങ്ങനെ ഈ പാവം സ്ത്രീ മോനെ കൊണ്ട് അങ്ങ് ആ നാട് വിട്ടിട്ട് വന പ്രദേശത്തിൽ ചെന്നിട്ട് അവിടെ ഒരു കുടിൽ കെട്ടി അവിടെ നിന്ന് കാട്ട് വിറകൊക്കെ ശേഖരിച്ച് നാട്ടുപുറത്ത് ചുമ്മിക്കൊണ്ട് വിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വരുമാനം കൊണ്ട് കുഞ്ഞിനെ വളർത്തി ഇങ്ങനെ ജീവിക്കുന്നൊരു കാലഘട്ടമാണ്. ഈ ജന്മന ഈ ചെറുക്കൻ ബുദ്ധിമാനായതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ പരിചയപ്പെടുകയും അവർ താമസിക്കുന്ന വനത്തിൻ്റെ അപ്പുറത്തൊരു വനമുണ്ട് എന്നും അവിടെ ഈ മഹാഗുരുക്കന്മാരായ ആളുകളുണ്ട് എന്നും അവർ ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് വിദ്യാഭ്യാസം നൽകുന്നുണ്ട് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ ഈ കുട്ടി മനസ്സിലാക്കി, സത്യകാമൻ മനസ്സിലാക്കി. അപ്പോൾ ഇവൻ്റെ ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ വനത്തിൻ്റെ പുഴയുടെ അക്കരെ കരയിൽ അവിടെ ഗുരുകുലം നടത്തുന്ന മഹാഗുരുക്കന്മാരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സൗജന്യമായി വിദ്യാഭ്യാസം നൽകും. എനിക്ക് പഠിക്കണം അമ്മേ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഗോത്രം ഏതാണെന്ന് ചോദിക്കും. ഗോത്രം അറിഞ്ഞിട്ട് മാത്രമേ അഡ്മിഷൻ കിട്ടൂ. അന്ന് വേറെ ഒന്നും വേണ്ട, ഗോത്രം അറിഞ്ഞാൽ മതി. അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആദ്യം കയ്യിലൊരു കെട്ട് ചമത വേണം. എന്ന് പറയാൻ ചമത എന്ന് പറയാൻ ഈ പൂജ, യാഗം ഒക്കെ, ഹോമമൊക്കെ നടത്താനുള്ള വിറകാണ്. ഒരു കെട്ട് വിറകുമായിട്ട്, നല്ല വിറകുമായിട്ട് അവിടെ ചെന്നാൽ മതി പൂജ നടത്താൻ കൊള്ളാവുന്നത്. എന്നിട്ട് ഗുരു ചോദിക്കും, നീ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്? ആ ഗോത്രം ചോദിക്കും, ഇവൻ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്നറിയാൻ വേണ്ടിയാണ്. കാരണം അന്നൊക്കെ വിദ്യ എന്ന് പറയുമ്പോൾ സവർണജാതിക്കാരുടെ കുത്തകയായിരുന്നു. ശൂദ്രൻ വേദം ഉച്ചരിക്കുകയോ വേദം കേൾക്കുകയോ ചെയ്താൽ, വേദം ഉച്ചരിച്ചാൽ അവൻ്റെ നാവറുത്ത് കളയണമെന്നും വേദം ശ്രവിച്ചാൽ അവൻ്റെ ചെവിക്കുള്ളിൽ ഈയമുരുക്കി ഒഴിക്കണമെന്നൊക്കെയായിരുന്നു അന്നത്തെ നിയമം. യാതൊരു കാരണവശാലും ശൂദ്രന്മാർക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൂടാതെന്ന് നിഷ്കർഷിച്ചിരുന്ന ആ കാലത്ത് ഇവൻ്റെ ഗോത്രം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ വിദ്യ കൊടുക്കൂ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, എൻ്റെ ഗോത്രം ഏതാണ് അമ്മേ എന്നിവൻ ചോദിച്ചു. അമ്മ നിലവിളിച്ചു പോയി. കാക്ക് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു, മോനെ എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്തേ, നീ അവരുടെ ഒരു പേരുണ്ട്, ആ പേര് ഇപ്പം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ എൻ്റെ പേര് ഇന്നതാണ്, നീ ഇന്നാരുടെ പുത്രനായ, അത് എൻ്റെ പുത്രനാണ്, എൻ്റെ അമ്മ ഇന്നാരാണ്, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ്റെ പേരറിയില്ല, അച്ഛൻ്റെ കുലം അറിയില്ല, എൻ്റെ ഗോത്രവും അമ്മയ്ക്കറിയില്ല, ഞാൻ സത്യകാമനാണ് എന്ന് നീ ഗുരുവിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ വളരെ ശുദ്ധമായിട്ട് അമ്മ ഉപദേശിച്ചനുസരിച്ച് ചെന്ന് ചമതക്കെട്ടുമൊക്കെ എടുത്ത് ചെന്നു. അവിടെ ഗൗതമ മഹർഷിയുടെ അടുത്താണ് ചെല്ലുന്നത്. വളരെ പേര് കേട്ട ഒരു ഗുരുവാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു, എന്താണ് വരവിൻ്റെ ഉദ്ദേശം? അവ പറഞ്ഞു, ഗുരു, എനിക്ക് അങ്ങയുടെ ഗുരുകുലത്തിൽ ചേർന്ന് വിദ്യ അഭ്യസിക്കണമെന്നുണ്ട്, എനിക്ക് ശിഷ്യത്വം നൽകണമെന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, നിൻ്റെ ഗോത്രം ഏതാണ്? അവൻ പറഞ്ഞു, ഞാൻ ജാബാല സത്യകാമൻ, ജബാല എന്നാണ് അമ്മയുടെ പേര്. ഞാൻ ജബാല എന്ന സ്ത്രീയുടെ പുത്രനായ സത്യകാമനാണ്. എൻ്റെ അച്ഛൻ ആരാണെന്ന് എൻ്റെ അമ്മയ്ക്കറിയില്ല, എൻ്റെ ഗോത്രം എന്താണെന്നും എൻ്റെ അമ്മയ്ക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഗുരു ഇങ്ങനെ കുറേ നേരം ധ്യാനിച്ചിരുന്നിട്ട് പറഞ്ഞു, നീ ബ്രാഹ്മണനാകാനാണ് സാധ്യത. അതിൻ്റെ കാരണം സത്യം, നീ സത്യം പോലെ പറയും, സത്യം മാത്രമേ ബ്രാഹ്മണൻ പറയൂ. അപ്പോൾ നീ ഒരു നിൻ്റെ അച്ഛൻ ബ്രാഹ്മണനായിരിക്കണം, നിന്നെ ഞാൻ ശിഷ്യനായി എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ 1-2 ദിവസമൊക്കെ താമസിച്ചു. അപ്പോൾ ഒരു ദിവസം ഗുരു വിളിച്ച് പറഞ്ഞു, സത്യകാമ, നീ ആദ്യം കുറേ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഈ ആശ്രമത്തിൽ ഒരു 400 പശുക്കളുണ്ട്. ഈ 400 എല്ലും
തോലുമായിരിക്കുക, എല്ലാം ചടച്ച് കിടക്കുക. നീ ഇതിനെയും കൊണ്ട് പോയിട്ട് ഇതിനെ തീറ്റിപ്പോറ്റി ഇതിൻ്റെ എണ്ണം 1000 ആകുമ്പോൾ നീ തിരിച്ചു വാ എന്ന് പറഞ്ഞു. വിദ്യ എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല, നീ പശുവിനെ കണക്ക് വനത്തിലേക്ക് പൊക്കൂ, 1000 എണ്ണം ആകുമ്പോൾ തിരിച്ചു വാന്ന് പറഞ്ഞു. അപ്പോൾ സത്യകാമൻ അതുപോലെ ഗുരുവിൻ്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് ഈ 400 പശുക്കളെയും അതിനകത്ത് കൂട്ടത്തി കാളകൾ ഉൾപ്പെടെയാണ് 400 എണ്ണം, അതിനെ കൊണ്ടങ്ങ് പോയി ഇങ്ങനെ വനത്തിലൂടെ ഇതിനെ തീറ്റിപ്പോറ്റി ഇങ്ങനെ വളരെയാണ്. ദിവസങ്ങൾ അവന് പോയതറിയില്ല, വർഷങ്ങൾ എത്ര പോയെന്നറിയില്ല. ഇവൻ പശുക്കളുടെ എണ്ണം നോക്കാറുമില്ല. എന്നും ഈ അഗ്നിപൂജയൊക്കെ ചെയ്യാൻ ഒരു നേരത്തോട്ട് അറിയാം. രാത്രിയിൽ തീയൊക്കെ കൂട്ടി ഇതിനെയൊക്കെ കൊണ്ട് നിന്നിടത്ത് തളച്ചിട്ടിട്ട് തീയൊക്കെ കൂട്ടി പശുവിനെ സംരക്ഷിച്ച് വർഷം കടന്നുപോയി. ഈ പശുക്കൾ 400-ൽ നിന്നും 1000 കഴിഞ്ഞു. നല്ല ശക്തന്മാരായ കാളകൾ ഉൾപ്പെടെ 1000-ൽ പരം പശുക്കളും കാളകളുമായി. ഇവൻ തിരിച്ചു പോകണമെന്നുള്ള ഒരു തോന്നലേ വരുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ വൈകിട്ട് തീ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് അഗ്നിപൂജയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ തീ കൂട്ടിക്കൊണ്ട് വനമൊക്കെ ആയതുകൊണ്ട് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ആയിട്ട് തീക്കുണ്ടമുണ്ടാക്കി അവിടെ ഇരുന്ന് ഇങ്ങനെ നിന്നപ്പോൾ അവന് തോന്നി അവിടെ ഒരു ഹംസം വന്ന് നിൽക്കുന്നതായിട്ട്. ഹംസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ദേവപക്ഷിയാണ്. അത് വന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ്, ആദ്യം ഹംസമല്ല, ആദ്യം ഒരു കാളയാണ്. അവൻ്റെ തന്നെ ഒരു കാള വന്ന് ഇവനോട് സംസാരിക്കുന്നതായിട്ട് ഇവനങ്ങ് തോന്നുകയാണ്. സത്യകാമ, ഞങ്ങളുടെ എണ്ണം 1000 കവിഞ്ഞിരിക്കുന്നു, ഞങ്ങളെ തിരിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലേ എന്ന്. അപ്പോഴാണ് ഇവന് മനസ്സിലായത്, അവൻ കൊണ്ടുവന്ന പശുക്കൾ പെറ്റുവരിക 1000 എണ്ണം കഴിഞ്ഞിരിക്കുന്നു, ഇനി ഗുരുവിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ അങ്ങനെയുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഹംസം വരുന്നത്. ആ ഹംസം ഇവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് അഗ്നിവിദ്യയുടെ പകുതി പറഞ്ഞു തരട്ടെയോ? അഗ്നിവിദ്യ എന്ന് പറയുമ്പോൾ അവിടെ ഹോമമാണ്, ഈ അങ്ങനെ രഹസ്യങ്ങളുണ്ട്. പിന്നെ വേദത്തെക്കുറിച്ച് അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ആദ്യത്തെ ദിവസം അതിൻ്റെ കാൽഭാഗം ഈ ഹംസം പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം ഈ കാള ആദ്യം ഒരു കാൽഭാഗം പറഞ്ഞു കൊടുത്തു, ഹംസം വന്നു, പിന്നെ ഒരു കുളക്കോഴി വന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പിന്നെ ഓരോ ദിവസം 4 ആളുകളായിട്ട് വന്നിട്ട് ഈ ബ്രഹ്മരഹസ്യങ്ങൾ അതിൻ്റെ 4 ഭാഗം വീതം പറഞ്ഞു കൊടുത്ത്. അതവർ പറഞ്ഞു കൊടുത്തത് 2 രീതിയിലാണ്. പ്രാപഞ്ചികമായിട്ടുള്ള സർവ്വതും ഇങ്ങനെ അതിലേക്ക് ഇനി കൂടുതൽ നീണ്ടു പോകുന്നില്ല. അപ്പം അങ്ങനെ ഈ വേദരഹസ്യങ്ങളെല്ലാം ഒന്നിനു പുറകിൽ ഒന്നായി ഇവർ ഈ കാളകളും ഹംസവും അതുപോലെ നീർക്കോഴിയും പിന്നെ ആരോ ഒരാളൂടെ വന്നായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൻ തിരിച്ച് ഈ പശുക്കളെല്ലാം കൊണ്ട് ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു ദിവസം ഗുരു നോക്കിയപ്പോൾ, ഗൗതമ മുനി നോക്കിയപ്പോൾ ഇങ്ങനെ വരിവരിയായിട്ട് ഭയങ്കര കൊഴുത്തു തടിച്ച പശുക്കളും കാളകളൊക്കെ നടന്നെടുക്കുന്നു. പുറകെ സത്യകാമനുണ്ട്. ഗുരു പെട്ടെന്ന് ഓടിച്ചെന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹം കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, സത്യകാമ, നിന്നെ കണ്ടിട്ട് പരമജ്ഞാനിയെപ്പോലെ ഇരിക്കുന്നല്ലോ, നീ ഈ വിദ്യ എവിടെ നിന്ന് പഠിച്ചു? അപ്പോൾ സത്യകാമൻ പറയും, ഞാനിതൊന്നും നേരിട്ട് പഠിച്ചതല്ല, പ്രകൃതിയിൽ നിന്നുമാണ് പഠിച്ചത്. കാളയിൽ നിന്നും കാട്ടുകോഴിയിൽ നിന്നും കുളക്കോഴിയിൽ നിന്നും അതുപോലെ ഹംസത്തിൽ നിന്നും ഒക്കെയാണ് ഞാനിത് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഗുരു പറഞ്ഞു, നീ പഠിച്ചതെല്ലാം ലൗകികമായ അറിവുകളാണ്, ഇനി ബാക്കിയുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ബാക്കി അറിവ് പറഞ്ഞു കൊടുക്കാണ്ടൊരു കഥയുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും ബ്രഹ്മരഹസ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഉപകഥ ഇവിടെ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി ജന്മനാ ബ്രാഹ്മണനായിരുന്നു, കർമ്മത്തിലും ബ്രാഹ്മണനായി. വൈഷ്ണവനായിരുന്നു മതം കൊണ്ട്, രാഷ്ട്രീയം കൊണ്ട്, ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നുവെങ്കിലും അവിടെ മൊത്തത്തിൽ ഈ ഒരു മതസ്വാധീനമുണ്ടായിരുന്നു. ആ മതസ്വാധീനത്തിൻ്റെ ഈ ഉൾപ്രേരണയാലാണ് അയിത്തത്തെക്കുറിച്ച് ആദ്യം ചോദിക്കുന്നത്. ഹൈന്ദവ പ്രമാണഗ്രന്ഥങ്ങളിൽ അയിത്താചരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ചോദിക്കുന്നത് എന്താണ്, ഈ അയിത്തോച്ചാടനത്തെ പുറമേ എന്തുകൂടി ചെയ്യണം? അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധിയോടാണ് ഗാന്ധിജി ചോദിക്കുന്നത്, ഈ അയിത്തോച്ചാടനത്തിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ മറ്റെന്തെല്ലാം കൂടി നമ്മൾ ഉൾപ്പെടുത്തണം, ഭേദഗതികൾ എന്തെല്ലാം വരുത്തണമെന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, ഒന്നും വരുത്തണ്ട, അവർക്ക് വേണ്ടത് വിദ്യാഭ്യാസം വേണം, അവർക്ക് ധനം വേണം, അവർക്ക് അവസര സമത്വം വേണം. അവിടെയാണ് ഗുരുവിൻ്റെ യുക്തി. ഇതിനകത്ത് വല്ല മാറ്റം ഒന്നും വേണ്ട എന്ന് മാത്രമല്ല ഗുരു പറഞ്ഞത്. ഗുരു പറഞ്ഞ് അവർക്ക് ഈ ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നത്, അല്ലെ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രം പോരാ,
അതുകൊണ്ട് കഥയില്ല. അത് അടവ് നയമാണ്, രാഷ്ട്രീയ അടവ് നയമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്താൽ പിന്നെന്താ, അത് മാത്രം കൊണ്ട് ഇവർ ഈക്വലായില്ല. അവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ, എല്ലാവരെയും പോലെ എല്ലാവർക്കും ധനവും വേണം, വിദ്യാഭ്യാസവും വേണം, അവസര സമത്വവും വേണം. അപ്പോൾ സോഷ്യലിസം അവിടെ ഗുരുവിൽ നിന്നും ഗാന്ധിജിക്ക് ഉപദേശിക്കപ്പെടുകയായിരുന്നു. അതാണ് ഈ കോൺഗ്രസിൻ്റെ പിന്നീട് വന്ന ഈ സോഷ്യലിസ്റ്റ് ആദർശത്തിൻ്റെ അടിത്തറ തന്നെ ശരിക്കും മഹാത്മാഗാന്ധി ഗുരുവിൽ നിന്നുമാണ് പഠിച്ചതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. പക്ഷേ ചരിത്രകാരന്മാരൊന്നും അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് അതിനുശേഷം ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് വന്നപ്പോൾ അടുത്ത ചോദ്യം എന്തായിരുന്നു, ഈ ഐത്താചരണം അത് വന്ന് അതങ്ങനെ പറഞ്ഞ് നിർത്തി. നാം ലൗകികമായ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്, ഇത് സഫലമാകാതെ വരുമോ എന്നൊരു ചോദ്യം. അപ്പോൾ അവിടെ ഗുരു പറഞ്ഞത് സഫലമാകാതെ വരില്ല, മഹാത്മാഗാന്ധിജി ഒരിക്കൽ കൂടി ഇവിടെ വരേണ്ടി വരും. ആ ഒരിക്കൽ കൂടി എന്ന് പറയാൻ ഗുരു ദ്വയാർത്ഥത്തിലാണ് പറയുന്നത്. ഇനിയും മഹാത്മാഗാന്ധി വീണ്ടും ജനിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധി അത് മനസ്സിലാക്കേണ്ട ചിരിച്ചോണ്ട് പറഞ്ഞു എൻ്റെ കാലത്ത് തന്നെ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസമെന്ന്. പക്ഷേ നമ്മളത് നോക്കണം, മഹാത്മാഗാന്ധിയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് ഗാന്ധിജി ഒരു മതഭ്രാന്തൻ്റെ വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത്. ആ മതഭ്രാന്തൻ എന്ന് പറയുന്നത് ഹൈന്ദവ മതഭ്രാന്തനാണ്, ഒരു ഇസ്ലാം മതഭ്രാന്തനല്ല, ക്രിസ്ത്യൻ മതഭ്രാന്തനല്ല, ഒരു ഹൈന്ദവ മതഭ്രാന്തൻ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ വെടിവെച്ചു വന്നപ്പോൾ ഗാന്ധിജി ഹേ റാം റാം എന്ന് ദയനീയമായി വിളിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഈ രാമരാജ്യ സങ്കല്പം മനസ്സിൽ താലോലിച്ചുകൊണ്ട് വളർന്ന ഗാന്ധിജിക്ക് അവസാനം വെടികിട്ടിയപ്പോൾ ഗാന്ധിജി ഹേ റാം റാം എന്ന് വിലപിച്ചപ്പോൾ, അല്ലയോ രാമ, നിൻ്റെ ആദർശങ്ങളും അതുപോലെ നിന്നിൽ നിന്നും എനിക്ക് കിട്ടിയ ഊർജവും എനിക്ക് സഫലീകരിക്കപ്പെടാൻ സാധിക്കാതെ പോയല്ലോ എന്നുള്ള വിലാപമായിരുന്നു. അപ്പോൾ ഗാന്ധിജിക്ക് തന്നെ അതൊരു വലിയ ഇതാണ്. പിന്നീട് അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഗാന്ധിജി എത്രമാത്രം ഈ ഹൈന്ദവ സംസ്കൃതിയെ ഉദ്ധരിച്ച് ഒരു വൈഷ്ണവ സൈദ്ധാന്തികമായ ഏതാണ്ട് അദ്വൈതത്തോട്, അതാണല്ലോ അവസര സമത്വമൊക്കെ എന്ന് പറയുമ്പോൾ അത് അദ്വൈതം തന്നെ ആവാം, പക്ഷെ അതിനെ രാഷ്ട്രീയ മുഖം നൽകി ഒരു മതാധിപത്യ രാഷ്ട്രീയ സ്വഭാവമാണ് അവിടെ വന്നത്. അതുകൊണ്ട് ആ അനുയായി തന്നെ ഈ മഹാനേതാവിനെ വെടിവെച്ച് കൊല്ലുന്നൊരു സാഹചര്യം. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിയെപ്പറ്റി ചിന്തിക്കണം. ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്ര ശാന്തമായിരുന്നു. ഇവരുടെ മരണശേഷം ഇന്ന് ഗാന്ധിജിയുടെ മറ്റു ചില കാര്യങ്ങളോട് നമ്മൾ ചർച്ച ചെയ്യും. ഇതൊരു ശതാബ്ദി സ്മരണ എന്നുള്ളതിൽ നമ്മളതിനെ ഒരു വശം മാത്രം വെറുതെ മഹാത്മാഗാന്ധിയും ഗുരുദേവനും നമ്മളെ വിട്ട് ഭൗതികദേഹം വിട്ടുപോയി നമ്മുടെ മുന്നിൽ പിന്നെ ഇപ്പോഴും ഊർജ്ജശക്തിയായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളവരെ പുകഴ്ത്തുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മളിതിനെ വളരെ നിരൂപണാത്മകമായ ബുദ്ധിയോടുകൂടി അവലോകനമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ ഈ മഹാത്മാഗാന്ധിയുടെ ദർശനത്തിലെ പ്രധാനപ്പെട്ട സ്വരാജ്, പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് പൂർണ്ണമായും സ്വതന്ത്രം എന്ന് പറയുന്നത് അവിടെ കോളനിയിൽ അതിനെ നമ്മൾ യാതൊരു തരത്തിലും കാലാധിപത്യമായ ആശയം തന്നെയാണ്. ഒരിക്കലും ഒരുത്തനും ഒരു രാജ്യത്തുള്ളവനും മറ്റൊരു രാജ്യത്തിൻ്റെ യാതൊരു വിധമായ അടിച്ചമർത്തൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ഹനനം ആഗ്രഹിക്കുന്നില്ല. അതെപ്പോഴും നല്ല ആശയം തന്നെയാണ്. പക്ഷേ ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ഈ ഗ്രാമസ്വരാജിൽ കൂടെ ഗാന്ധിജി പറയുന്നത് തദ്ദേശീയ വിഭവങ്ങൾ പരമാവധി ചൂഷണം ചെയ്തും തദ്ദേശീയ സാങ്കേതികവിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയും ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമായ പ്രദേശങ്ങളായി മാറണം. അപ്പോൾ സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത, അതിപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. പച്ചക്കറി നമ്മൾ ടെറസിൽ നടണം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ള നമ്മൾ സ്വയം കൃഷി ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ ജനസംഖ്യയും അന്നത്തെ ഭാരതവും അന്നത്തെ ഭാരതീയ ഗ്രാമങ്ങളുമല്ല ഇന്നത്തേത്, ഇനി നാളത്തേത്. അപ്പോൾ ഇന്ന് ഈ ലോകം മുഴുവനും ഒരു ഏക ജാലകത്തിലേക്ക് മാറി. കാരണം നമുക്ക് ഒരിക്കലും സ്വയം പര്യാപ്തത എന്ന് പറയുന്നൊരു സ്വപ്നം കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് ONV കുറിപ്പ് പാടി. അപ്പോൾ അത് ഈ നമ്മുടെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ അതിൽ നിന്ന് ഊർജം കൊണ്ട് അതിനെ ഏറ്റുപാടി.
പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ കൊയ്ത വയലുകളെല്ലാം ഫ്ലാറ്റുകളായി വൈകിളിയെന്ന് ആളുകൾ പരിഹസിച്ച് പാടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അവിടെ കവിഭാവന അന്ന് പറഞ്ഞത് വേറൊരു ആശയത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും ആ ആശയത്തിൻ്റെ അവതരണം കാലാന്തരത്തിൽ തിരിച്ചവർ അപഹാസ്യരാകുന്ന മറ്റൊരു ഒരു 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 എന്താ അപഹാസ്യ മുദ്രാവാക്യമായി മാറും എന്നുള്ള ക്രാന്തദർശിത്വം ഉണ്ടാകാതെയാണ് ചെയ്തത് എന്ന് പറയുന്നവരാണ് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പം. പിന്നെ ഈ ഖാദി വസ്ത്രത്തെക്കുറിച്ച്, ഖാദി വസ്ത്രം എന്ന് പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി ഖാദി വസ്ത്രം ധരിച്ചു എന്ന് പറയുമ്പോൾ ഗാന്ധിജി താമസിച്ച സ്ഥലം എവിടെയാണെന്ന് ഓർക്കണം, പോർബന്തറിലാണ്. അപ്പോൾ അവിടെ ഗുജറാത്താണ്. ഗുജറാത്തിൽ ഖാദി വസ്ത്രം വലിയ പ്രശ്നമില്ല, കുറച്ച് നാളേ ഉള്ളൂ വലിയ തണുപ്പ്. പക്ഷേങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഗാന്ധിജിയുടെ ആ ഖാദി വസ്ത്ര പോളിസി പരാജയപ്പെടും. കാരണം കൊടും തണുപ്പിൽ അങ്ങനെയാണ് ഖാദി വസ്ത്രം കൊണ്ട് നിലനിൽക്കാൻ പറ്റും. അവരൊന്ന് നൂല് നൂർത്തെടുത്ത് ഖാദി വസ്ത്രം ഉപയോഗിച്ചാൽ പരുത്തി വസ്ത്രം പറ്റില്ല. അവിടെ കമ്പിളി ആയാൽ പോലും സ്വന്തം തുന്നിയെടുത്താൽ അതിനെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായി വസ്ത്രം തുന്നിയെടുക്കാമെന്ന് കമ്പിളിയും തുന്നിക്കുമെന്ന അർത്ഥത്തിലെടുത്താൽ പോലും ഇന്ന് സ്വന്തമായി വസ്ത്രം തുന്നി നെയ്യാൻ ഈ വ്യവസ്ഥിതിയിൽ ഒരു സമൂഹത്തിന് സാധ്യമല്ല. അപ്പോൾ എന്ന് പറയാൻ കാലോചിതമായ മുദ്രാവാക്യങ്ങളല്ല പലപ്പോഴും. ഇനി ഓരോന്നോരോരുത്തർ ഇങ്ങനെ വിമർശിക്കാം നമുക്ക് വേണമെങ്കിൽ. പക്ഷേ ഗുരുദേവൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഗുരുദേവൻ്റെ അഷ്ടലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ശുചിത്വം. ആ ശുചിത്വം എന്ന് പറയുന്നത് കാലാതിവർത്തിയാണ്. ഒരിക്കലും പറയാതെ നമുക്ക് അശുചിത്വം മതി എന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ജനം പറയുമോ? ഇല്ല. അപ്പോൾ ഗുരു ഉപദേശിച്ച ശുചിത്വം അഷ്ടലക്ഷ്യങ്ങൾ അത് കാലാതീതമാണ്. ഭക്തി, അവിടെ ഭക്തി എന്ന് ഗുരു പറഞ്ഞത് എന്താണ്? നമ്മളെപ്പോഴും നമുക്ക് അതീതമായ ഒരു ശക്തിയുണ്ട്. അത് പലതാണ്. അതിനെ ഗുരുവിൻ്റെ പ്രാർത്ഥനകളിൽ മാത്രമല്ല, ഔപനിഷദമായ മന്ത്രങ്ങളിലെല്ലാം അവസാനം ഓം ശാന്തി 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 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ മന്ത്രം സമാപിപ്പിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആദിഭൗതികവും ആധ്യാത്മികവും ആദിദൈവികവുമായ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനം ഉണ്ടാകുമാറാകണമെന്നുള്ള സമർപ്പണബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്നോ അന്യ മനുഷ്യരിൽ നിന്നോ അന്യ ജീവികളിൽ നിന്നോ കീടങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഒന്നും യാതൊരു വിധമായ ക്ലേശങ്ങളും ഉണ്ടാകാതിരിക്കണം. അതാണ് ഭൗതികം എന്ന് പറയുന്നത്. പിന്നെ ആധ്യാത്മികം എന്ന് പറയുന്നത് നമ്മളിൽ അനുഭവിക്കുന്ന പല ദുരിതങ്ങളും നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന അനർത്ഥങ്ങളാണ്. അപ്പോൾ നമ്മുടെ കരുതലില്ലായ്മ കൊണ്ടും നമ്മുടെ ബുദ്ധിഹീനത കൊണ്ടും നമ്മുടെ പ്രായോഗിക ബുദ്ധിയുടെ അഭാവം കൊണ്ടുമൊക്കെയാണ് നമുക്ക് ദുഃഖങ്ങൾ വന്ന് ഭവിക്കുന്നത്. അങ്ങനെ നമ്മളുണ്ടാക്കുന്ന സ്വയംകൃത പാപങ്ങളിൽ നിന്നും രക്ഷ നേടണമെന്ന് പറഞ്ഞാൽ ജ്ഞാനം ആർജിക്കണം. അറിവിൻ്റെ പിൻബലത്തോടു കൂടി വേണം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ എന്നാണ് ഗുരു ഉപദേശിച്ചത്. അപ്പോൾ അത് കലാധിപത്യമാണ്. അതുപോലെ പിന്നീട് ഗുരു പറഞ്ഞതാണ് വ്യവസായം, കൃഷി. ഇതെന്ന് പറയാൻ അതില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, അങ്ങനെ ഗുരുവിൻ്റെ ഓരോ ലൗകിക ഉപദേശങ്ങളും ചിന്തിച്ചു നോക്കിയാൽ അതെല്ലാം കാലാതിവർത്തിയാണ്. ഒരു കാലത്തും അത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത. പിന്നെ അതല്ല ഗുരു തന്ന ആത്മീയ ഉപദേശങ്ങൾ പലതും ഈ പ്രായോഗികതയുമായി ലൗകികതയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണമെന്ന് ഗുരു പറയുമ്പോൾ അവിടെ ഇതിൻ്റെ ആത്മീയതയുടെയും ഭൗതികതയുടെയും ലയം സമന്വയം അവിടെ വരുന്നുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അതിനെ തിരിച്ചൊരു മുദ്രാവാക്യം ആർക്കും ഒരിക്കലും ഒരു കാലത്തും പറയാൻ പറ്റില്ല. അതുപോലെ അയലുതഴപ്പതിനായി പ്രയത്നം നയമറിയും നരനാചരിച്ചിടണം. നയമറിയും നരൻ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഈ നിയോ ക്ലാസിക്കൽ എക്കണോമി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് നമ്മുടെ ഈ സ്വാതന്ത്ര്യാനന്തര രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലം വന്നപ്പോൾ ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം അന്നൊരു തകർച്ചയിലായിരുന്നു, യുദ്ധത്തിൻ്റെ കെടുതിയിൽ. അതിനുശേഷം ഉള്ള പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ വൻകിട രാജ്യങ്ങളിലെ അന്നത്തെ സാമ്പത്തിക നില മുന്നിൽ നിൽക്കുന്ന പല രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തി, വ്യവസായ സംരംഭങ്ങൾ നടത്തി, അതുപോലെ സഹായങ്ങൾ ചെയ്തു. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും അവിടെ ഉൽപ്പന്നങ്ങൾ, കാരണം അവിടെ തൊഴിലവസരങ്ങൾ അവിടെ ഒരു പുരോഗതിയുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ അയലോക്കക്കാരെ ഇപ്പം ഞാനൊരു കൃഷിക്കാരനാണെങ്കിൽ എൻ്റെ അയലോക്കത്ത് താമസിക്കുന്നവരെല്ലാം
ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. അപ്പം നേരെ മറിച്ച് അയൽവക്കക്കാരെല്ലാം ദരിദ്രവാസികളാണെങ്കിൽ ഞാൻ എന്തോ അധ്വാനിച്ചാലും എനിക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പം ഇതാണ് അവർ പ്രയോജനം. കാരണം അയൽ രാജ്യങ്ങൾ പുഷ്ടി പ്രാപിക്കത്തക്ക പ്രവർത്തനങ്ങൾ നമ്മൾ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചാൽ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ രാജ്യത്ത് നല്ല വിലയ്ക്ക് വിൽക്കാം, അപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കാം. അതാണ് നിയോ ക്ലാസിക്കൽ എക്കോണമി അഡോപ്റ്റ് ചെയ്ത നയം. അപ്പോൾ അത് ഗുരു പറയുന്നതാണ്, അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടണം. ഇത് ലോകരാഷ്ട്രങ്ങൾ പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഗുരു ഉപദേശിച്ചു കഴിഞ്ഞു. ഇന്നും എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബുദ്ധിയുള്ളവൻ, നയമറിയുന്നവൻ അയൽക്കാരൻ റോഡ് വെട്ടാൻ വന്നാൽ നമ്മുടെ ഭൂമി ആവശ്യത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവും. പഴയ കാലത്ത് അങ്ങനെയല്ല, 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കില്ല. കാരണം എന്താണ്? അയൽക്കാരൻ്റെ വീട്ടിൽ വണ്ടി വന്നാൽ അത് സഹിക്കാനുള്ള സഹനശേഷിയില്ല, അസൂയ, കുശിമ്പ്. ഇപ്പം അതെല്ലാം മാറി. അയലൊക്കെ നന്നായാലേ നമുക്ക് നന്നാൻ പറ്റും. ഇപ്പോൾ അയലത്ത് കറണ്ട് ഉണ്ടെങ്കിൽ നമുക്കൂടെ അതിൽ വെട്ടം കിട്ടും. ഭയമില്ലാതെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൽ ഉണ്ടെങ്കിൽ നടന്നു വരാം. അപ്പോൾ ശരിക്കും നമുക്ക് സുഖപരമായി ജീവിക്കണമെങ്കിൽ, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ അയൽ തഴപ്പതിനായി അതിപ്രയത്നം ചെയ്തേ മതിയാകും. പിന്നെ അതുപോലെ നെല്ലിനു നീരു വിട്ടിടിൽ പുല്ലിനും പോയിടുന്നത്, കല്ലിലത്രേ ജലം നെല്ലിൽ ചെല്ലും വഴി ചെറുപ്പിൽ എന്ന് ഗുരുവിൻ്റെ ഉപദേശം കേട്ട് നോക്കൂ. നമ്മൾ നെൽപ്പാടത്തേക്ക് വെള്ളമൊഴുക്കി വിടുന്നത് തടഞ്ഞാൽ എന്ത് പറ്റും? അത് പുല്ലിന് പോവും. നെല്ലിനു നീര് വറ്റിയിടിൽ, പിന്നെ അതിപ്പോൾ അതിനെ മാറ്റി നെല്ലിനു നീര് വിട്ടിയിടിൽ എന്നാണ് പല പാഠഭാഗങ്ങൾ. അല്ല, ഗുരു ആദ്യം എഴുതിയത് നെല്ലിനു നീര് വറ്റിയിടിൽ എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം നെല്ലിലേക്കുള്ള ജലമൊഴുക്ക് തടയപ്പെട്ടാൽ, അല്ലെ അത് നിലച്ചു പോയാൽ അത് പുല്ലിനും പോവും. ആ പുല്ല് 2 തരത്തിലുള്ള പുല്ലുകളാണ്. നെല്ലിനോടൊപ്പം വളരുന്ന കളകളുമുണ്ട്, ആ നീരൊഴുക്ക് പോകുന്ന ആ ചാലിലെ പുല്ലുകളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നെല്ലിലേക്കാണ് വെള്ളം ഒഴുക്കി വിടുന്നതെങ്കിലും ആ വെള്ളം നമ്മൾ നെല്ലിൻ്റെ വളർച്ചയ്ക്കും നെല്ലുൽപാദനത്തിനും വേണ്ടിയാണ് ചെയ്യുന്നത്. അത് അത് വിട്ടാൽ, യഥേഷ്ടം വിട്ടാൽ അവിടെ പുല്ലും കിളിയും. പക്ഷേ തടഞ്ഞാലോ നെല്ലിന് മാത്രമല്ല അത് പുല്ലിന് പോകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 2 തരത്തിലെടുക്കാം. ഈ പുല്ലെന്ന് പറയുന്നത് കാലിത്തീറ്റയാണ്, അതോടൊപ്പം തന്നെ കൃഷികൾക്ക് വളം കൂടെയാണ്. ഈ പുല്ല് അത് അളിഞ്ഞാണ് വളമാകുന്നത്. അപ്പം നെല്ലിന് വളമാകാനുള്ള പുല്ല് അത് ചാണകരൂപത്തിലുമാകാം, അല്ലാത്ത രീതിയിലുമാകാം. അപ്പം നെല്ല് വളരണമെങ്കിൽ വെള്ളം മാത്രം പോരാ, അതിന് വളവും വേണം. ഇപ്പോഴത്തെ രാസവളം നമുക്കറിയാം, രാസവളം ഉപയോഗിച്ച് അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചവരാണ്. രാസവളമല്ല വേണ്ടത്, ജൈവവളമാണ്. പുല്ല് വളരാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ അവിടെ ഈ മണ്ണിര മുതലായ മറ്റ് ജീവികളുണ്ടാവും. അതുപോലെ തന്നെ മണ്ണിനെ വളക്കൂറുള്ളതാക്കി തീർക്കുന്ന പ്രക്രിയ നടക്കൂ. അപ്പോൾ നമ്മൾ പുല്ലിനെയും നോക്കണം, നെല്ലിനെയും നോക്കണം. നമുക്ക് നെല്ല് മാത്രം മതി, നെല്ലിലേക്ക് മാത്രം വെള്ളം വിട്ടാൽ മതി, നമ്മൾ ശഠിക്കരുത്. നമ്മൾ രണ്ടിനും അത് ഇപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവിന് ഗുണം വരും എന്ന ആശങ്ക മൂലം വികസന പ്രവർത്തനങ്ങൾ വന്നാൽ നമ്മൾ തടയരുത്. അപ്പം അവർ കൂടെ ആയിക്കോട്ടെ, അവൻ അതിനകത്ത് പങ്കാളിയാകുന്നില്ലെങ്കിലും അവൻ അനുഭവിച്ചു കൊള്ളട്ടെ എന്നുള്ള മനോഭാവമായിരിക്കണം നമുക്കുണ്ടാകണം. സ്വാർത്ഥത പാടില്ല. അപ്പോൾ ഈ ഒരു ഉപദേശങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഗുരുവിൻ്റെ ഈ ആത്മീയ ഉപദേശങ്ങൾ, ആത്മോപദേശ ശതകത്തിൽ ഉള്ള വരികൾ പോലും ആത്മീയതയെ ലൗകികതയുമായി സമന്വയിപ്പിച്ചവയായിരുന്നു. എന്നാൽ ഗാന്ധിജിയുടെ ഉപദേശങ്ങളിൽ പലതും അത്തരത്തിലുള്ള മനസ്സിലാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഗാന്ധിയൻ സിദ്ധാന്തം അന്യാധീനപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ അതിൻ്റെയൊക്കെ പ്രസക്തി പോയി, പുതിയ പുതിയ ഇസങ്ങൾ വരികയാണ്, പുതിയ ഭരണ ക്രമീകരണങ്ങൾ വരികയാണ്. നമ്മളിപ്പോൾ ത്രിതല പഞ്ചായത്തൊക്കെ ഈ പഞ്ചായത്തി രാജിൻ്റെ ഇതിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ത്രിതല പഞ്ചായത്തൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വിജയം കൈവരിച്ചിട്ടില്ല. ഇപ്പം ഇതെല്ലാം ഗാന്ധിജിയുടെ വിഭാവന ചെയ്യപ്പെട്ട ആശയങ്ങളാണെന്ന്, രാഷ്ട്രീയ നയങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കാലോചിതമായി ഇനിയും കാലം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും അത് അപ്രായോഗികമായി തീരുമെന്ന് നിഷ്പക്ഷമായി വിമർശനാത്മകമായി നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഗുരുവിനെ സംബന്ധിച്ച് പറയാൻ, ഗുരു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഗുരുവിൻ്റെ ഒരു വരി പോലും എങ്ങും പിഴച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും. അതാണ് ഗുരു ഗാന്ധി സമാഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ചില വിമർശനാത്മകമായ അവലോകനത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടില്ല.
സമയം നമ്മൾ ഇനി നീട്ടണോ? സമയം 8:15. ഈ വിഷയം ഇത് ഒരു 3 മണിക്കൂറല്ലേ വേണം മൊത്തം പറയണമെങ്കിൽ. അതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഔചിത്യം വേണമല്ലോ. കഴിഞ്ഞ വർഷം അതെങ്കിൽ നമ്മുടെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ വന്ന് നമ്മൾ ഏതായാലും ദേവി പ്രണാമദേവി ഇഷ്ടം പകുതി എടുത്തപ്പോൾ പിന്നെ നിങ്ങളുടെ അപ്പോൾ എനിക്കതൊരു പിന്നെ ഒരു ഊർജ്ജം കിട്ടി. അപ്പോൾ നിങ്ങൾ എന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ അത് എൻ്റെ അവതരണം നല്ലതാണെന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി. അപ്പോൾ ഞാനത് പിന്നീടൊരു പഠനമാക്കി. പിന്നെ കുറേ കൂടെ അപ്പോൾ നമുക്ക് ഈ പിന്നെ ഒരു അഭിപ്രായം കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ രണ്ടാമത്തെ വേദിയാണ് ഇവിടെ നിങ്ങൾ തരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജവും പ്രോത്സാഹനമൊക്കെ വളരെ ക്രിയാത്മകമാണ്. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനോട് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണ് എന്ന് പറയാൻ നമുക്കൊരു ആത്മവിശ്വാസം വരും. ഇനി ഇതിനെ ഈ രീതിയിൽ അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായിട്ട് വരുമ്പോഴും അനുകൂലമായിട്ട് വരുമ്പോഴും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ എനിക്ക് എല്ലാവരോടും പിന്നെ മോഹനോടൊക്കെ വളരെ ഇതുണ്ട്. കാരണം അവരൊക്കെ പിന്നെ രാജലക്ഷ്മി പിന്നെ ഈ കുറേ പുസ്തകങ്ങൾ, ഒരു 7-8 പുസ്തകങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രസിദ്ധീകരിക്കുക, 9 പുസ്തകങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു വലിയ നേട്ടം. കാരണം അത്രയും പുസ്തകങ്ങളെന്ന് എഴുതാനും അത് പ്രകാശിപ്പിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം, അതിനൊരു പ്രചോദനം ഉണ്ടായത്. എങ്ങനെ സാർ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശിശുപാലൻ സാറിനോട് അപ്പോൾ ഈ പ്രഭാഷണമായില്ല എനിക്കറിയാം. കാരണം എങ്കിലും കുഴപ്പമില്ലാത്ത രീതി നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും ചിന്തിക്കാനുണ്ട്. അനുകൂലവും പറയണം, പ്രതികൂലവും പറയണം. അതാണ് ഒരു പ്രകർഷണയായിരിക്കണം. കഴിയുന്നത്ര പ്രകർഷണയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരവസരത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ സമയം 8:15 ആയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ പ്രതികരിക്കാനുണ്ടെങ്കിൽ ആവാം കേട്ടോ, താല്പര്യമുണ്ടായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.